खलीफा के हम हैं खलीफा हमारा, वो दिल है हमारा आका हमारा। हमारा हमारा खलीफा हमारा, वो दिल है हमारा आका हमारा। वो दिल है हमारा आका हमारा। Bismillahirrahmanirrahim. Assalamu alaikum wa rahmatullahi wa barakatuh, and welcome to This Week with Huzur. ഈ ആഴ്ചത്തെ ഹുസൂർ തിരുമനസിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ഒരു ഹൈലൈറ്റാണ് കാണിക്കാൻ പോകുന്നത്. UK മിഷണറിയുമായുള്ള കൂടിക്കാഴ്ചയും മത്സൻസാറിലെ ഫാൻസിൻ്റെ മെമ്പറുമായുള്ള കൂടിക്കാഴ്ചയും അതുപോലെ തന്നെ സർ എ ഡേവി ലീഡർ ഓഫ് ലേബർ ഡെമോക്രാറ്റിക് പാർട്ടിയുമായുമുള്ള ഹൈലൈറ്റുകളാണ്. ആദ്യമായിട്ട് ഹുസൂർ തിരുമനസിൻ്റെ UK മുബല്ലിഗ്മാരുടെ കൂടിക്കാഴ്ചയിലേക്ക് കടക്കാം. ജനുവരി 24 UK ജമാത്തിലുള്ള മുബല്ലിഗ്മാർക്ക് ഹുസൂർ തിരുമനസുമായി കൂടിക്കാഴ്ച നടത്താനുള്ള തൗഫീക്ക് ലഭിക്കുകയുണ്ടായി. ഇസ്ലാമാബാദിലെ MTS സ്റ്റുഡിയോയിലായിരുന്നു ഈ മുലാഖാത്ത് നടന്നത്. ദുആയോടുകൂടി തുടങ്ങി. അതിനുശേഷം ഹുസൂർ തിരുമനസ് തബ്ലീഗ് എഫേർട്ടുകളെ കുറിച്ച് ചോദിച്ചു. നിങ്ങൾക്ക് 41 മുബല്ലിഗ്മാരല്ലേ ഫീൽഡിലുള്ളത്? ഇപ്പോൾ അവർക്കൊക്കെ തന്നെ പേഴ്സണൽ കോണ്ടാക്റ്റ്, വ്യക്തിബന്ധങ്ങളുണ്ടെങ്കിൽ ബാജ്വ സാബ് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ 30ഓളം ഉണ്ട് എന്നാണ്. നിങ്ങൾ എല്ലാവർക്കും 10 കോണ്ടാക്റ്റ് ഉണ്ടെങ്കിൽ തന്നെ 410 പേഴ്സണൽ കോണ്ടാക്റ്റ്, വ്യക്തി ബന്ധങ്ങൾ ഉണ്ടാകാൻ സാധ്യമാണ്. അത്ര ഇല്ലല്ലോ നിങ്ങളുടെ തബ്ലീഗ് കോണ്ടാക്റ്റുകൾ, അനുഭവങ്ങൾ അത്രമാത്രം ഇല്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ സമഗ്രമായൊരു പ്ലാൻ ഉണ്ടാക്കുക, എന്നിട്ട് അത് ഇവർക്ക് കൊടുക്കുക. എങ്ങനെ പിന്നെ അതുപോലെ തർബിയത്തിൻ്റെ കാര്യങ്ങളുണ്ട്. പലതരം പ്രശ്നങ്ങളും തർബിയത്വപരമായിട്ടുള്ള ഉദിക്കാറുണ്ട്. പ്രത്യേകിച്ച് വീട്ടിലുള്ള ഗാർഹികമായിട്ടുള്ള ദാമ്പത്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഭാര്യ ഭർത്താക്കന്മാരുടെ തർക്കം. 20-25 വർഷം ആയി കല്യാണം കഴിച്ചിട്ട് കുട്ടികളും വലുതായി, എന്നിട്ടാണ് ഇപ്പോൾ ഹുലിയും ചെയ്യണം, ഡിവോഴ്സും ചെയ്യണം എന്ന് പറയുന്നത്. ഇത്തരം പ്രശ്നങ്ങളും മൊറബിമാർ സോൾവ് ചെയ്യേണ്ടതുണ്ട്. ഒരു മൊറബി സാബ് ഉണ്ട്, ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അദ്ദേഹം ഹിസ്റ്ററിയുടെ വർക്കാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എഴുത്തുകുത്തിലുള്ളവർ അതിലാണ്. അത് മതിയാണെന്ന് അവർ കരുതുന്നു. തബ്ലീഗിൻ്റെ അവസ്ഥ നോക്കുക, നമുക്ക് പ്രോമിസിംഗ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് ലഭിക്കുന്നില്ല. മൊറബിമാരും മുബല്ലിഗ്മാരും ചെയ്യേണ്ടത്ര ജോലി ചെയ്യുന്നില്ല. തർബിയത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമസ്കാരത്തിൽ അറ്റൻഡൻസ് കുറവാണ്. ഒരുപാട് ശ്രദ്ധ ചെലുത്തുക, പിറകെ നടക്കുക, നമസ്കാരത്തിലേക്ക് ഉണർത്തുക, പരസ്പരമുള്ള ബഹളം, ഗാർഹികമായിട്ടുള്ളതും മറ്റു തരത്തിലുള്ളതും അതൊക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് മുറബിമാർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കുട്ടികളുടെ തർബിയത്ത് ഖുദാമുൽ അഹമ്മദിയൻ്റെ ലെജനറി പണിയാണെന്ന് പറയുന്നു. കുട്ടികളോട് പഠിക്കാൻ വേണ്ടി പറയുന്നത്, വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് പോഷക സംഘടന ചെയ്യുന്നുള്ളത് ഓക്കെയാണ്. അതിനുള്ളൊരു സംവിധാനമുണ്ട് അവർക്ക്, താലീമുൽ ഖുർആൻ്റെത്. എന്നാൽ മൊറബിമാർക്കും പ്രവർത്തനമുണ്ട്. ഞാൻ കുറച്ച് മാസം മുമ്പും ഖുതുബ നൽകി, അതിനെക്കുറിച്ച് ശ്രദ്ധ ചെലുത്തിയിരുന്നു. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി അവരും ശ്രദ്ധിക്കണം. മറ്റുള്ളവരോട് പോയിട്ടാണ് പഠിക്കുന്നത്. പലരും എഴുതുന്ന ആരെ കൊണ്ട് പഠിപ്പിക്കണം. ഇപ്പോഴും അമീർ സാഹിബിനോട് ചോദിച്ചപ്പോൾ ഇപ്പോഴും കംപ്ലൈൻ്റ് ഉണ്ട് ജമാഅത്തുകളിലും. മുബല്ലിഗ്മാർ പറയുന്നത് ഇത് ഞങ്ങളുടെ ജോലിയല്ല. അത് നിങ്ങളുടെ ജോലി അല്ലെങ്കിൽ പിന്നെ ആരുടെ ജോലിയാണ്? നിങ്ങൾ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നില്ലെങ്കിൽ അത് അടിസ്ഥാനപരമായ കാര്യമാണ്. അള്ളാഹുവിനേക്കുള്ള കൽപ്പനകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്, അവരെ പഠിപ്പിക്കുക. അത് തർജ്ജമ ചെയ്യിപ്പിക്കുന്നില്ലെങ്കിൽ 4-5 മിനിറ്റ് ദർസ് നൽകിയിട്ട് എൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് ഒരുപാട് ചെയ്തു എന്ന് കരുതുന്നത് ഒരു പണിയൊന്നുമല്ല. വളരെ കുറച്ച് പേർ മാത്രമേ 5 നേരം പള്ളിയിലേക്ക് നമസ്കരിക്കാൻ വേണ്ടി വരുന്നുള്ളൂ. പല ഭാഗത്തുനിന്നും പരാതി വരാറുണ്ട്, പല ഭാഗത്തുനിന്നും വരാറുണ്ട്. അത് വളരെ ശ്രദ്ധാർഹമാണ്, ചിന്തനീയമാണ്. 5 നേരം നമസ്കരിക്കാൻ വരുന്നില്ല. ആളുകളുടെ പിറകെ നടക്കേണ്ടി വരും. അവർക്ക് ഒരുപാട് മെസ്സേജ് നൽകണം. വിശുദ്ധ ഖുർആൻ്റെ കൽപ്പനകളും ഹദീസുകളിൽ നിന്നും, മസീഹ് ഇസ്ലാമിൻ്റെ ഉദ്ധരണികളിൽ നിന്നും, ഖലീഫമാരുടെ ഉപദേശങ്ങളിൽ നിന്നും ഒക്കെ തന്നെ അവർക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കണം. നമസ്കാരത്തിൻ്റെ പ്രാധാന്യം, പള്ളിയിൽ വരേണ്ട പ്രാധാന്യം എന്നിവയെക്കുറിച്ച്. ഇത്ര കാലമായി ഞാൻ ജുമയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും മീറ്റിങ്ങിലൊക്കെ ഞാൻ ഉണർത്തി കൊടുക്കാറുണ്ട് നമസ്കാരത്തെക്കുറിച്ച്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മുബല്ലിഗ്മാർക്ക് പ്ലാനിങ് ഉണ്ടാകാറുണ്ട്. എല്ലാ ആഴ്ചയും ഖുതുബ കേൾക്കാറുണ്ട്. എല്ലാ ആഴ്ചയും ആ ഖുതുബയുടെ പോയിന്റുകൾ, മെയിൻ പോയിന്റുകൾ നിങ്ങൾ എടുത്തിട്ട് ഒരു ടീം ഉണ്ടാക്കുക കേന്ദ്രത്തിൽ. ആ പോയിന്റുകളൊക്കെ എടുത്തിട്ട് മുബല്ലിഗ്മാർക്ക് മെസ്സേജ് അയക്കുക.
ഇതൊക്കെയാണ് ഈ ആഴ്ച ചെയ്യേണ്ട കാര്യങ്ങൾ. ഇതിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ട കാര്യങ്ങൾ ഇവയാണ്. കൂടുതൽ ഊന്നൽ ചെലുത്തേണ്ട അത് സർക്കുലേറ്റ് ചെയ്യുക ജമാഅത്ത് മെമ്പർമാർക്കും. 2, 3, 4 ലൈന് വരിയുടെ ആയാലും മതി, വരി കുറഞ്ഞാലും മതി. ഇതാണ് നമസ്കാരത്തെക്കുറിച്ച് ശ്രദ്ധിക്കണം, ജനങ്ങളെ കൂടുതൽ ശ്രദ്ധിക്കണം, തർബിയത്ത് കൂടുതൽ ശ്രദ്ധിക്കണം, പ്രാർത്ഥനകൾ കൂടുതൽ ശ്രദ്ധിക്കണം. ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാക്കുക. ആ പ്ലാന് മൊബൈലിമാർക്ക് അയക്കുക. അവർക്ക് എന്താണ് അവരുടെ പണിയെന്ന് അറിയണ്ടേ മൊബൈലിമാർക്ക്. മീറ്റിങ്ങിൻ്റെ ഇടയിൽ ഹുസൂർ തിരുമനസ് മുറബിമാർ തഹജ്ജുദും നഫൽ നമസ്കരിക്കുകയും വളരെയധികം കൂടുതൽ പ്രാധാന്യമുള്ളതെന്ന് പറയുകയുണ്ട്. അത് ജമാഅത്തിൻ്റെ വിജയത്തിന് അനിവാര്യമാണ്. ഇത്രയും കാലമായി ഞാൻ നിങ്ങളോട് ശ്രദ്ധ ചെലുത്തുന്നത്, ഇപ്പോൾ പലരും മറ്റുള്ളവരും കൂടി എഴുതാൻ തുടങ്ങി. ഞങ്ങൾക്ക് ശ്രദ്ധ ചെലുത്തി. നിങ്ങൾ മുറബിമാരല്ലേ, നിങ്ങൾ റോൾ മോഡൽ ആകേണ്ടതല്ലേ, മാതൃകയാകേണ്ടേ. നിങ്ങളുടെ മാതൃക എങ്ങനെ ആയിരിക്കണം? നിങ്ങൾ താജ്വീദ് നമസ്കരിക്കുന്നില്ലെങ്കിൽ മറ്റുള്ളവർക്ക് എങ്ങനെ സ്വാധീനം ചെലുത്താൻ സാധിക്കും? എല്ലാവരും ജമാഅത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി ഹൽക്കക്ക് വേണ്ടിയിട്ട് 2 നഫൽ നമസ്കരിക്കുന്ന എത്ര പേരുണ്ട്? അതും വളരെ പ്രധാനമാണ്. സ്വന്തം ദുആ ചെയ്യുന്നു അള്ളാഹുവിന്, അള്ളാഹു നമുക്ക് ഇതും നൽകണം. ഭാര്യക്കും മക്കൾക്കും കുട്ടികൾക്കും കുടുംബക്കാർക്കും ഒക്കെ ആവശ്യങ്ങൾ പൂർത്തിയാക്കാൻ ദുആ ചെയ്യുന്നുണ്ട്. എന്നാൽ ജമാഅത്തിന് വേണ്ടി മൊത്തത്തിലുള്ള ദുആ ഇല്ലല്ലോ, ചെയ്യുന്നില്ലല്ലോ. ദുആ ഇല്ലെങ്കിൽ പിന്നെ എന്ത് ബർക്കത്താണ് ഉണ്ടാവുക? അതുകൊണ്ട് നിങ്ങൾ ഉത്തരവാദിത്തങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ കീഴിൽ ഇപ്പോൾ ജോലികളുണ്ട്, ഇപ്പോൾ കത്തിൽ എഴുതുന്നുണ്ട്. നിങ്ങളൊക്കെ സുൽത്താൻ നസീർ അള്ളാഹിൻ്റെ ശക്തനായ സഹായിയാകട്ടെ, ഖലീഫയുടെ ശക്തനായ സഹായിട്ടെ. അതിനുവേണ്ടി ഒരുപാട് പരിശ്രമിക്കേണ്ടതുണ്ടല്ലോ. വെറുതെ എങ്ങനെ സുൽത്താൻ നസീറാവും? ത്യാഗങ്ങൾ വരിക്കേണ്ടി വരും, ജിഹാദ് ചെയ്യേണ്ടി വരും. അതിനുശേഷമാണ് നിങ്ങൾക്ക് അത് ലക്ഷ്യം പ്രാപിക്കാൻ സാധിക്കുക. നിങ്ങളുടെ ലക്ഷ്യം അങ്ങനെയാണ് പൂർത്തീകരിക്കാൻ സാധിക്കുക. മസീഹ് ഇസ്ലാം പറഞ്ഞത് സഹാബാക്കളുടെ ജീവിതം അവരുടെ ജീവത്യാഗം നൽകി ജിഹാദ് മുഖേന. എന്നാൽ ഇന്നത്തെ കാലത്ത് ആ ജിഹാദില്ല. ഇന്ന് നിലവിലുള്ള ജിഹാദ് ഉണ്ടല്ലോ, അത് കൃത്യമായി നിങ്ങൾ ചെയ്യുക. നിങ്ങളെല്ലാവരും സ്വയം സമർപ്പിച്ചവരാണ്, ആത്മസമർപ്പണം നടത്തിയവരാണ്, ജിഹാദിൻ്റെ മുൻനിരയിൽ നിൽക്കുമെന്ന് പ്രതിജ്ഞാബദ്ധരാണ്. ജനങ്ങൾക്കും മാർഗദർശനം നൽകിയും സ്വയം ഒരു മാതൃക ആയി നിൽക്കുകയും ചെയ്യുമെന്ന് വാഗ്ദാനം ചെയ്തവരാണ്. അത് സംഭവിക്കുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു വലിയ മാറ്റം, വിപ്ലവം സംജാതമാക്കാൻ സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടിയാണ് നിങ്ങൾ വഖഫ് ചെയ്തിട്ടുള്ളത്. അത് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ അള്ളാഹുവിനെ ചതിക്കുകയാണ് ചെയ്യുന്നത്. അള്ളാഹുവിനെ വഞ്ചിക്കാൻ പറ്റുകയില്ല. മസീഹ് ഇസ്ലാം മറ്റുള്ളവരെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ എല്ലാവരും തന്നെ ഈ കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മസീഹ് ഇസ്ലാം പറഞ്ഞത് അള്ളാഹുവിനെ ചതിക്കാൻ വേണ്ടി പറ്റില്ല എന്നാണ്. അത് അള്ളാഹുവിന് വേണ്ടിയല്ല വഖഫ് ചെയ്തിരിക്കുന്നത്. പിന്നെ അവന് വേണ്ടി ത്യാഗങ്ങളും ചെയ്യേണ്ടത് വരും. വഖഫ് എന്ന് പറയുന്നത് കുർബാനിയുടെ മറ്റൊരു പേരല്ലേ. ഈ സൗകര്യം വേണം, ആ സൗകര്യം വേണം, ഞങ്ങളുടെ കയ്യിൽ ഇതില്ല, ഞങ്ങളുടെ കയ്യിൽ അതില്ല എന്നൊക്കെ പറയുന്നു. അല്ലെങ്കിൽ ഇത്ര പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുന്നു. കുട്ടികളുടെ പ്രശ്നങ്ങളുണ്ടാകും. ഓക്കെ, കുട്ടികളോടും ഭാര്യയോടും കുടുംബത്തിൻ്റെയും വീട്ടിലൊക്കെ കടമകൾ നിറവേറ്റുന്നുണ്ട്. എന്നാൽ അതോടൊപ്പം നോക്കേണ്ട കാര്യം എന്താണ്? നമ്മുടെ ഈ അടിസ്ഥാന ലക്ഷ്യം, നമ്മുടെ ഉദ്ദേശം നമ്മൾ എത്രത്തോളം പൂർത്തിയാക്കുന്നുണ്ട് എന്നാണ്. അത് പൂർത്തിയാക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഈ അഭിവൃദ്ധി, പുരോഗതി 10 മടങ്ങ് വർദ്ധിക്കുന്നത് ആയിരിക്കും കുറഞ്ഞ പക്ഷം. നിങ്ങളോട് പ്രതീക്ഷിക്കപ്പെടുന്നത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അറിവുള്ളവരായിരിക്കണം, നിങ്ങൾ എല്ലാത്തിനും തക്ക മറുപടി നൽകണം എന്നാണ്. അള്ളാഹിൻ്റെ അനുഗ്രഹത്താൽ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നവരിലും കുറച്ച് പേരുമുണ്ട് നല്ലവണ്ണം തബ്ലീഗും തർബിയത്തും ചെയ്യുന്നവരാണ്, അൽഹംദുലില്ലാ. എന്നാൽ മിക്കരും ബഹുഭൂരിപക്ഷവും ആ ഒരു ഉദ്ദേശം അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അവർ ചെയ്യുന്നില്ല. അതുപോലെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. ഇവിടെ 19 മുറബിമാരാണ് ഓഫീസിൽ ചെയ്യുന്നത്. അവർ കരുതുന്നത് നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് വർക്ക് മാത്രമാണ് ചെയ്യുന്നത്. അവർക്ക് നമസ്കാരത്തോട് ശ്രദ്ധയോ അല്ലെങ്കിൽ വിശുദ്ധ ഖുർആനെ വായിക്കുന്നതിനെ കുറിച്ച് ശ്രദ്ധയോ അതിൻ്റെ തഫ്സീർ വായിക്കുന്നതിന് ശ്രദ്ധയോ ജമാഅത്തിൻ്റെ സാഹിത്യങ്ങൾ വായിക്കുന്നതിന് ശ്രദ്ധയോ ഒന്നും തന്നെ ഇല്ല. എഫിഷ്യൻ്റ് മുറബിമാർ എനിക്ക് ചില സമയത്ത് ചില ഖുത്തുബയുടെ അവസാനം എനിക്ക് പോയിന്റ് എഴുതിയിട്ട് അയക്കാറുണ്ട്. ഇതൊക്കെയാണ് പോയിന്റ്, ഇതൊക്കെ ഞങ്ങൾ ചെയ്യുന്നതാണെന്നും അവർ എഴുതാറുണ്ട്. അങ്ങനെയുള്ള എഫിഷ്യൻ്റ് ആയിട്ടുള്ള മുറബിമാരായി മാറേണ്ടതുണ്ട്. ചെയ്യാത്തവരങ്ങനെ ചെയ്യേണ്ടതുണ്ട്. ചെയ്യുന്നവർ അവരുടെ കൂടുതൽ പ്ലാന് വിശാലമാക്കുക. എങ്ങനെയാണ് കൂടുതൽ ഇത് വിശാലമാക്കാൻ സാധിക്കുക എന്ന് ശ്രമിക്കുക. 20 വർഷം മുമ്പ് ഞാൻ പറഞ്ഞത്
നമ്മുടെ രാജ്യത്തിൻ്റെ 5 മുതൽ 10% വരെ ആളുകളിലേക്ക് സന്ദേശം എത്തിക്കുകയാണെങ്കിൽ 10 വർഷം കൊണ്ട് നമുക്ക് രാജ്യം മുഴുവൻ കവർ ചെയ്യാൻ വേണ്ടി പറ്റും. എന്നാൽ നോക്കുക, ഇപ്പോഴും ഒരുപാട് പേർക്ക് ജമാഅത്തിനെ കുറിച്ച് അറിയില്ല. നിങ്ങളുടെ പ്രദേശത്തിലുള്ള മുറബിമാരുള്ള പ്രദേശത്തിൽ പോലും പ്രാദേശികവാസികൾക്ക് അറിയില്ല ജമാഅത്തിനെ കുറിച്ച് എന്നതാണ് സങ്കടകരം. റാഹിൽ സാബ് അവിടെ ഒരു ഹിസ്റ്ററിയുടെ എക്സിബിഷൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, 100 വർഷം ഫസൽ മോസ്കിൻ്റെ പൂർത്തിയായതിന്, ഫസൽ മോസ്കിൻ്റെ ശതാബ്ദി ആഘോഷത്തിൻ്റെ പരിപാടിയിൽ. അവിടെ അടുത്തുള്ളവരും അവർ വന്നിട്ട് പറഞ്ഞു, ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു, ഇതിൻ്റെ ചരിത്രം അറിയില്ലായിരുന്നു, ഇതിൻ്റെ ഒരു പ്രത്യേകതയും അറിയില്ലായിരുന്നു. അതുപോലെ നിങ്ങളുടെ അടുത്ത് വളരെ ഫസൽ മോസ്കിൻ്റെ അടുത്തുള്ളവർക്കും പല കാര്യങ്ങളും ജമാഅത്തിനെ കുറിച്ച് അറിയില്ല, അതിൻ്റെ പ്രാധാന്യം അറിയില്ല, ജമാഅത്ത് എപ്പോഴാണ് സ്ഥാപിക്കപ്പെട്ടതെന്ന് അറിയില്ല. വളരെ ചേർന്ന് പള്ളിയോട് ചേർന്ന് നിന്നവർക്ക് പലർക്കും അറിയുന്നുള്ളത് ശരിയാണ്, എന്നാൽ ബഹുഭൂരിഭാഗം ആളുകൾക്കും അറിയില്ല. അത് കുറച്ച് വിടുകയാണെങ്കിൽ 2-3 മൈലിൻ്റെ റേഡിയസിൽ തന്നെ ആളുകൾക്ക് കാര്യങ്ങളൊന്നും അറിയില്ല. ഇവർക്ക് എല്ലാവർക്കും മസ്ജിദ് ഫസലിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അറിവ് ഉണ്ടാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നിങ്ങളൊരു പ്രോഗ്രാം ഉണ്ടാക്കുക, രാവിലെ എണീക്കുക, തഹജ്ജുദ് നമസ്കരിക്കുക. നോക്കുക, രാത്രി വളരെ ദീർഘമാണ്, വളരെ വലിയ രാത്രിയാണ്, അതുകൊണ്ട് തഹജ്ജുദ് സുഖമായിട്ട് നിസ്കരിക്കുക. പകൽ ദൈർഘ്യമേറിയതായാലും നിങ്ങൾ നമസ്കരിക്കേണ്ടതുണ്ട്. ശ്രമിക്കുകയല്ല വേണ്ടത്, എന്തായാലും നമസ്കരിക്കണം. കാരണം തഹജ്ജുദ് നമസ്കരിക്കുമ്പോൾ മാത്രമേ കൂടുതൽ പുണ്യം ലഭിക്കുകയുള്ളൂ. ഞാൻ ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൈവസ്നേഹത്തെക്കുറിച്ച് ഖുതുബ നൽകുന്നതിൻ്റെ 1 ലക്ഷ്യം ഇതും കൂടിയാണ്. ദൈവസ്നേഹം ഉണ്ടാകുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ആവേശവും ഉന്മേഷവും ഉണ്ടാകുകയുള്ളൂ. അതിന് പിന്നെയാണ് നിങ്ങൾ പരിശ്രമിക്കുക. മുറബിമാർക്ക് കൂടുതൽ പരിശ്രമിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ തങ്ങളുടെ നല്ല ഉദാത്ത മാതൃക സ്ഥാപിക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രാവർത്തികമായിട്ടുള്ള പദത്തിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. ഇത് തുടരാൻ വേണ്ടി ശ്രമിക്കേണ്ടതുണ്ട്. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് വിജയം ലഭിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് 41 മൊബൈൽ ലീഗ് അല്ല 4000 മൊബൈൽ ലീഗ് ഉണ്ടായിട്ടും കാര്യമൊന്നുമില്ല ഫീൽഡിൽ. അവർ വെറുതെ വീട്ടിൽ ഇരുന്നിട്ട് എന്താണ് കാര്യം? ജമാഅത്തിൽ അവർ ഭാരമാണ്, വേറെ ഒരു കാര്യവുമില്ല. അതുകൊണ്ട് നിങ്ങൾ ആത്മപരിശോധന നടത്തുക. രാവിലെ എപ്പോഴാണ് എണീക്കേണ്ടത്? തഹജ്ജുദ് നമസ്കരിക്കണം, ഫജ്ർ നമസ്കരിക്കണം, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യണം, തർജുമ വായിക്കണം, തഫ്സീർ വായിക്കണം, മറ്റ് സാഹിത്യങ്ങൾ വായിക്കണം. അത് നമ്മുടെ ജോലികളൊക്കെ തന്നെ നോക്കുക. എന്തൊക്കെയാണ് പ്രിഫറൻസ് ഓർഡർ, എന്താണ് പരിഗണനാക്രമം, പ്രാഥമിക പരിഗണന എന്തിനാണുള്ളത്, തർബിയത്തിന് എന്താണ് ചെയ്യാനുള്ളത്, തബ്ലീഗിൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് ബാക്കിയുള്ളത്, എങ്ങനെയാണ് ഇതൊക്കെ പുരോഗതിപ്പെടുത്തുക, ആളുകളുമായിട്ടുള്ള ബന്ധം പുരോഗതി പ്രാപിക്കുക, ജമാഅത്തിൽ നിന്നും വിട്ടു നിൽക്കുന്ന അഹമ്മദികളെ എങ്ങനെ കാണണം. അതുപോലെ സോഹർ നമസ്കാരമുണ്ട്, അതിൻ്റെ ഇടയിൽ എന്തൊക്കെയാണ് ചെയ്യാനുള്ളത്, അസർ നമസ്കാരമുണ്ട്, അതിൻ്റെ ഇടയിൽ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക, അതുപോലെ മഗ്രിബ് നമസ്കാരമുണ്ട്, അതിനുശേഷം ഇശ നമസ്കാരമുണ്ട്, ഇതിൻ്റെയൊക്കെ ഇടയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും. രാത്രി ഉറങ്ങുമ്പോൾ നിങ്ങളുടെ ജമാഅത്തിന് വേണ്ടി എന്തൊക്കെ ആക്ടിവിറ്റി ചെയ്തു, അതുപോലെ എന്താണ് അറിവ് നേടാൻ വേണ്ടി നിങ്ങൾ എന്തൊക്കെയാണ് ശ്രമിച്ചത്, അതുപോലെ ഇസ്ലാമിന് വേണ്ടി എന്തൊക്കെയാണ് ശ്രമങ്ങൾ നടത്തിയെന്ന് അവലോകനം ചെയ്യുക. ഈ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ നിങ്ങളൊരു മൊറബി അല്ലെങ്കിൽ മൊബലിഗയുടെ കടമ നിറവേറ്റുന്നുണ്ടോ ഇല്ലയോ എന്ന്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ 1000കണക്കിനുണ്ടായിട്ടും ജമാഅത്തിനൊരു കാര്യവുമില്ല. ഹദരത്ത് അമീറുൽ മുഅ്മിനീൻ മറ്റ് മാർഗനിർദ്ദേശങ്ങൾ നൽകി പോഷക സംഘടനകൾ ജമാഅത്തിന് എങ്ങനെ സഹകരിക്കണം. മൊറബിമാർ ശാഖാ സംഘടനകളെയും മേൽനോട്ടം വഹിക്കണം. അവരോട് ചോദിക്കുക, നിങ്ങളുടെ തർബിയത്ത് പ്രോഗ്രാം എന്തൊക്കെയാണ് നടക്കുന്നത്, വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കാൻ എന്താണ് പരിപാടിയുള്ളത്. അൻസാറിലും നിങ്ങൾക്ക് ചോദിക്കാം. അൻസാറിലും ഒരുപാട് പേർക്ക് ഖുർആൻ വായിക്കാൻ അറിയില്ല, പാരായണം ചെയ്യുന്നില്ല. അവർ പഠിപ്പിക്കാനുള്ള സംവിധാനം ഉണ്ടാകുക. അതിനുവേണ്ടി നിങ്ങൾ സ്വയം മുന്നോട്ട് സന്നദ്ധരായി വരിക. ഒരു വളരെ സമഗ്രമായ അതുപോലെ തന്നെ ഫലവത്തായ പ്രോഗ്രാം ഉണ്ടാക്കുക. അതിൽ നിന്നും നിങ്ങൾക്ക് ഒരു വലിയ വിപ്ലവം നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ സാധിക്കണം. അതിന് നിങ്ങൾ തയ്യാറാണെന്ന് അറിയണം. നിങ്ങൾ 7 വർഷം ജമാഅത്തിൻ്റെ ചെലവിൽ ജാമ്യയിൽ പഠിച്ചു, അതിനുശേഷം നിങ്ങൾ ഒരുപാട് ഫെസിലിറ്റീസ് കിട്ടി. ഭൗതികമായ നിലയിലും നിങ്ങൾക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഒരുപാട് പ്രയാസത്തിലാണെന്ന്. നമ്മുടെ മറ്റ് രാജ്യങ്ങളിൽ നോക്കുക, മൊറബിമാരുടെ അവസ്ഥ വളരെ മോശമാണ്. അവരുടെ അലവൻസിൽ 10 ദിവസം പോലും അവർക്ക് മാസത്തിൽ കടന്നു പറ്റുകയില്ല. നിങ്ങൾക്ക് നന്ദി പ്രകടനം എന്ന നിലയിൽ കൂടുതൽ ജോലി ചെയ്യേണ്ടതുണ്ട്. നിങ്ങളുടെ വീട്ടുകാര്യങ്ങളുണ്ട്, കച്ചവട സ്ഥാനങ്ങൾക്ക് പോകുന്നു, വസ്ത്രം വാങ്ങാൻ പോകുന്നു, വണ്ടി റിപ്പയർ ചെയ്യാൻ പോകുന്നു, അല്ലെങ്കിൽ ചാറ്റിങ് നടക്കുന്നു, അല്ലെങ്കിൽ ബ്രൗസിങ് നടക്കുന്നു. അങ്ങനെയൊക്കെ സമയം വേസ്റ്റ് ആക്കുന്നതിൽ എന്താ കാര്യമുള്ളത്?
യഥാർത്ഥ ഉദ്ദേശം, അടിസ്ഥാനപരമായ ലക്ഷ്യം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ ജമാഅത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരണം. ആദ്യം തർബിയത്ത് ചെയ്തുകൊണ്ട് അവരെ അഹമ്മദികളെ അടുപ്പിക്കണം. അപ്പോൾ മാത്രമേ നമുക്ക് സന്തോഷം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. അവരുടെ തർബിയത്ത് തന്നെ അടിസ്ഥാനപരം നടക്കുന്നില്ലെങ്കിൽ പിന്നെ മുന്നോട്ട് പോയിട്ട് എന്താ കാര്യം? നമ്മൾ മുന്നോട്ടേക്ക് ഓടിക്കൊണ്ടിരിക്കുന്നു, ബേക്കിലുള്ള ആളുകൾ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എന്ന അവസ്ഥയാകുമല്ല. ഒരു ഉദാഹരണമുണ്ട്. ഒരു വേട്ടക്കാരനുണ്ട്. അയാൾ ശിക്കാരി നടത്തിയിട്ട് നെറ്റ് കൊണ്ട് കുറേ പക്ഷികളെ പിടിച്ചു. ആ പക്ഷികളൊന്നും അവിടെ തന്നെ വെച്ചിട്ട് മുന്നോട്ടേക്ക് പോയിട്ട് വേറെയും പക്ഷികളെ പിടിക്കാൻ നോക്കി. അപ്പം പിറകിലുള്ള പക്ഷികളൊക്കെ പറന്നുപോയി. പിന്നെയും മുന്നോട്ട് പോയി പിടിച്ചു. പിന്നെ അവർ പിന്നെയും പോയി. അങ്ങനെ മുന്നോട്ട് പോകുന്നു, പിറകിലുള്ളതൊക്കെ പറന്നു പോകുന്നു. അതായിരിക്കും അവസ്ഥ. ഹുസൂറിന് ഒരു ചോദ്യം ആളുകൾ പൊതുവെ ചോദിക്കാറുണ്ട്. ഈ ഒരു തസ്ബീഹ് ചെയ്യാനും ദുആ ചെയ്യാനും വേണ്ടിയിട്ട്, ഒരുപാട് ദുആ ചെയ്യാൻ വേണ്ടിയിട്ട്, സലാത്ത് വരാൻ വേണ്ടിയിട്ടുള്ള തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് തസ്ബീഹോ അല്ലെങ്കിൽ ആ ബീഡ്സോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഡിവൈസോ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുമോ? എത്ര എണ്ണം കറക്റ്റാക്കി വെക്കാൻ ഉപയോഗിക്കുന്നതിൽ എന്താണ് തെറ്റ്? ഒരു പ്രയാസവുമില്ല. എന്നാൽ ചോദ്യം എന്താണെന്നാൽ മസീഹ് ഇസ്ലാമിൻ്റെ ഉദാഹരണം പറയാണ്ട് അള്ളാഹുവിനെ എന്താണ് എണ്ണി ഓർമ്മിക്കുന്നതെന്ന് പറയും. എന്നാൽ മസീഹ് ഇസ്ലാം സ്വയം പറഞ്ഞില്ല ഇത് ദിക്റുകളെ കുറിച്ച് ഇത്ര തവണ ചൊല്ലണം, ഇത്ര തവണ ചൊല്ലണം. ഇത് എണ്ണാതെ എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾക്ക് ഇത് കൃത്യമായി പൂർത്തിയാക്കിയോന്ന്? എന്നാൽ വെറും പ്രകടനം എന്ന നിലയിൽ അല്ലെങ്കിൽ മറ്റുള്ളവർ മുന്നിൽ കാണിക്കുന്നതിന് വേണ്ടി, പ്രദർശനത്തിന് വേണ്ടി ആളുകളുടെ ഇടയിൽ നിന്ന് ചൊല്ലേണ്ട നിർബന്ധമില്ലല്ലോ. ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഇത് എണ്ണാമല്ലോ. ഈ വിരലിടുന്ന ഒരു ഡിവൈസും കണ്ട് അതിൽ നിന്ന് കൗണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ ആളുകളുടെ ഇടയിൽ ഇതിന് പ്രദർശനമാകരുത്. എന്നാൽ ദുആ മുഴുവനായും ചൊല്ലണം, സലാത്ത് മുഴുവനായും ചൊല്ലണം. ദിക്ർ ഇലാഹിയാണെന്ന് ഓർമ്മയാണ്. സലാത്ത് ചൊല്ലുന്ന സാധാരണ നിലയിൽ ചൊല്ലുകയാണെങ്കിൽ 15-20 മിനിറ്റ് കൊണ്ട് 200 സലാത്ത് ചൊല്ലാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഇസ്തിഗ്ഫാർ ചൊല്ലുകയാണെങ്കിൽ 7-8 മിനിറ്റിനുള്ളിൽ 100 തവണ പൊതുവെ ചൊല്ലി തീർക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതാണ് ആ നിലയിൽ സാധാരണഗതിയിൽ ചൊല്ലി തീർക്കാൻ വേണ്ടി പറ്റും. റബ്ബി കുല്ലു ഷൈഇൻ ഖാദിമുക്കെ ചൊല്ലുക 7-8 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് മാക്സിമം ചൊല്ലി തീർക്കാൻ വേണ്ടി പറ്റും. ആളുകൾ ബിൾ എന്നായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന 5 മിനിറ്റ് ഫുള്ള് കഴിയുന്നു. ഒരു തമാശയുണ്ട്. ഒരു പാകിസ്ഥാനിലുള്ള ഒരു പൊളിറ്റീഷ്യൻ ഉണ്ടായിരുന്നു, രാഷ്ട്രീയക്കാരൻ. തസ്ബീഹ് എടുത്തിട്ട് ചൊല്ലിക്കൊണ്ട് ചോദിക്കും എന്താ ചൊല്ലുന്നതെന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ ആയത്തിൽ കുറിച്ചാണ് ചൊല്ലുന്നതെന്ന്. കാരണം പൊളിറ്റീഷ്യനല്ലേ. അപ്പോൾ ആയത്തിൽ കുറിച്ച് എത്ര കൊണ്ട് പെട്ടെന്ന് ചോദിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഒരു പെണ്ണ് പറഞ്ഞു, ഞാൻ പൊളിറ്റീഷ്യനല്ലേ, കുർസി കസേര എന്ന് ചൊല്ലിക്കൊണ്ടിരിക്കും എന്നാണ് പറഞ്ഞത്. അങ്ങനെ കസേര എന്ന് ചൊല്ലിയിട്ട് കാര്യമില്ല. അതിനെക്കൊണ്ട് ഒരു ഇത് ഉപയോഗിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഹുസൂർ ഒരുപാട് കാലമായി തബ്ലീഗിനെ കുറിച്ച് ഹുസൂർ ഖുത്ബയിലും മറ്റ് പ്രഭാഷണങ്ങളിലൊക്കെ തന്നെ മാർഗനിർദ്ദേശം നൽകുന്നുണ്ട്. ഇതുമായി കുറിച്ച് എഴുതിയിരിക്കുന്നത് ഒരുപാട് ഓൺലൈനായിട്ടുള്ള ഓപ്പോസിഷനുകൾ നടക്കുന്നുണ്ട്. ഒരു പ്ലാറ്റ്ഫോമിൽ മറുപടി കൊടുക്കേണ്ടതുണ്ടോ എന്ന് ഹുസൂറിൻ്റെ എന്താണ് അഭിപ്രായം? മുബല്ലിഗ്മാർക്ക് ഈ ഒരു ഡെഡിക്കേറ്റഡ് ടീം ഈ ഒരു ഉദ്ദേശത്തിന് വേണ്ടി ആക്ഷേപങ്ങൾക്ക് മറുപടി തയ്യാറാക്കുക, അത് കൊടുക്കുക, ഓൺലൈനായിട്ട് റിട്ടേൺ ആയി കൊടുക്കുക. നിങ്ങളുടെ തബ്ലീഗ് ഡിപ്പാർട്ട്മെൻറ്റ് UK അത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവരെ സഹായിക്കാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് സർക്കുലറും അയച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാകും. മുറബിമാർ ഈ തബ്ലീഗ് ഡിപ്പാർട്ട്മെൻറ്റിനെ മായി സഹകരിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട്. അവരുടെ ടീമിൽ അങ്ങനെ പങ്കെടുക്കുക. നിങ്ങളുടെ നല്ല വിദ്യാഭ്യാസ സമ്പന്നമുള്ളവർ, നല്ല അറിവുള്ളവർ, ദീനീ പരിജ്ഞാനമുള്ളവർ, വിശാലമായ അറിവുള്ളവരൊക്കെ ഇവരെ സഹായിക്കുക, ടീമിനെ സഹായിക്കുക. അവരുടെ ടീം വഴി, അവരുടെ പ്ലാറ്റ്ഫോം വഴി മറുപടി നൽകുമ്പോൾ എല്ലാം ഒരുമിച്ച് നൽകാൻ പറ്റും. അല്ലെങ്കിൽ വ്യക്തികൾ വിവിധ നിലയിൽ ചെയ്താൽ അതുകൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലുള്ള പ്ലാന് ടീമിനെ ആക്ടിവേറ്റ് ആക്കുക, അതിനെ എഫിഷ്യൻ്റ് ആക്കുക. ബാക്കി തബ്ലീഗിന് ശ്രദ്ധിക്കേണ്ടത് വളരെ യുക്തിയോട് സംസാരിക്കേണ്ടതുണ്ട്. ഇന്നത്തെ ആളുകളുടെ ശ്രദ്ധ എന്ന് പറയുന്നത് ഒരുപാട് അവർക്ക് കേൾക്കാൻ സാധിക്കുകയില്ല. ത്രഷോൾഡ് കുറവാണ്. വളരെ ചുരുങ്ങിയ നിലയിൽ സംസാരിക്കുക, കേൾക്കുക എന്നാണ്. നിങ്ങൾ ചെറിയ കാര്യങ്ങൾക്ക് ഇങ്ങനെ തയ്യാറാക്കാൻ തബ്ലീഗ് ഡിപ്പാർട്ട്മെൻറ്റ് നിങ്ങൾ സജഷൻ നൽകുക. ചെറിയ ക്ലിപ്പുകൾ, ഷോർട്ട് വീഡിയോ ക്ലിപ്പുകൾ സോഷ്യൽ മീഡിയയിൽ ഇടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആളുകൾക്ക് അവയർനെസ് ഉണ്ടാകും, ബോധവൽക്കരണം ഉണ്ടാകും, ഈ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും. അത് മസീഹ് കൊട്ടേഷനുകളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനമാഹാത്മ്യങ്ങളെ കുറിച്ചിട്ടുള്ള അത് ഒരുപാടുണ്ട്. അതൊക്കെ ഇട്ടാൽ മാത്രമേ ആ റസൂലുള്ളാഹിയെ ഞങ്ങൾ നിന്ദിക്കുന്നു എന്നുള്ള ആക്ഷേപമുണ്ട്, തെറ്റായ ആക്ഷേപം, അത് ദൂരീകരിക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ. ആ ഒരു പ്രവാചക നിന്ദക്ക് എതിരുള്ള മറുപടി അങ്ങനെ നമുക്ക് നൽകാൻ സാധിക്കും. അങ്ങനെയുള്ള തെറ്റിദ്ധാരണകൾ ഒരുപാട് പരത്തുന്നുണ്ട്. അതൊക്കെ തന്നെ നിവാരണം ചെയ്യേണ്ടതുണ്ട്. ഖാദിയയിൽ നോക്കുക, ഖാദിയാനിൽ ഇന്ത്യയിൽ ഒരു ബൈസ് മക്ബറയോട് അടുത്തായിട്ട് ഒരു പള്ളി അനഹമ്മദികൾ
ഉണ്ടാക്കി. എന്നിട്ട് പുറത്തു നിന്നും ഫിത്ന ഉണ്ടാക്കാൻ വേണ്ടി ഒരുപാട് ആളുകളെ വിളിച്ചു കൂട്ടി അവിടെ താമസിപ്പിച്ചു. വലിയ പണ്ഡിതന്മാരെ അവിടെ വിളിച്ചു. അവിടെ ഒരു പണ്ഡിതനുണ്ടായിരുന്നു. അയാൾ ഇവരുടെ വായിൽ നിന്നും അഹമ്മദികളെ കുറിച്ച് ഒരുപാട് എതിരെ കേട്ടു. അപ്പോൾ അദ്ദേഹം കരുതി ഖാദിയാനിൽ പോയിട്ട് ചോദിക്കാം എന്താ ഇവരുടെ കാര്യമെന്ന്. അപ്പോൾ ഖാദിയാനിൽ ചോദിച്ചു വന്നിട്ട് നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമോ, സിയാർത്ത് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ പറഞ്ഞു പറ്റുമല്ലോ. എൻ്റെ മസ്ജിദ് അക്സയും കാണിച്ചു, മസ്ജിദ് മുബാറക് കാണിച്ചു, മറ്റു സ്ഥലങ്ങളിലൊക്കെ കാണിച്ചു. മസ്ജിദ് അക്സയിൽ ഒരു സ്ഥലത്ത് ഷെൽഫിൽ കുറച്ച് ഖുറാൻ വെച്ചത് അദ്ദേഹത്തിന് കാണാൻ ഇടയായി. ആ പണ്ഡിതൻ എന്താക്കി, ഖുറാൻ്റെ ഒരു പ്രതി എടുത്തു. എന്നിട്ട് അത് പേജ് താള് മറിച്ചുകൊണ്ട് നോക്കി. എന്നിട്ട് നമ്മുടെ അഹമ്മദി പ്രതിനിധിയോട് പറഞ്ഞു, ഈ ഖുറാനും നമ്മുടെ ഖുറാനും സെയിം തന്നെയാണല്ലോ, മൗലിമാർ പറഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ ഖുറാൻ വേറെയാണെന്നാണല്ലോ. ഖത്മുനുബുവത്തിൻ്റെ നിങ്ങളുടെ ഇവിടെ തർജുമ നൽകുന്നതിൽ നമ്മുടെ അതുപോലെയല്ല എന്നൊരു മാറ്റം മാത്രമേ ഉള്ളൂ, വേറൊന്നും വ്യത്യാസമില്ല. ഈ ആനുകാലിക പ്രശ്നങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലിട്ട് തബ്ലീഗ് ചെയ്യുക. തബ്ലീഗ് ഡിപ്പാർട്ട്മെൻറ്റിന് നിങ്ങൾ ഹെൽപ്പ് ചെയ്യുക. അതിനല്ല ഞാൻ മുബലിമാർ പറഞ്ഞ് നിങ്ങൾ ആക്റ്റീവ് ആകുക. നിങ്ങളുടെ ജോലി ബർക്കത്ത് ഉണ്ടാകുന്ന ഒരുമിച്ച് ചെയ്യുമ്പോഴാണ്. നിങ്ങൾ ചെയ്യേണ്ട ജോലി ചെയ്തിട്ട് അള്ളാഹിനെ പ്രീതിപ്പെടുത്തി എന്ന് പറഞ്ഞ് സമാധാനിച്ചിരിക്കരുത്. നമസ്കാരത്തിലും അത് ദുആയിലും ശ്രദ്ധിക്കുക. പ്രവർത്തനങ്ങൾക്ക് ശേഷം എല്ലാ പ്രവർത്തനങ്ങളും ദുആയോടുകൂടി തുടങ്ങുക, അള്ളാഹുവിനോട് സഹായം തേടിക്കൊണ്ട് തുടങ്ങുക. അപ്പോൾ മാത്രമേ ബർക്കത്തുണ്ടാകുകയുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉദാഹരണങ്ങൾ കഴിഞ്ഞ കുറേ ആഴ്ചകളായി ഞാൻ ഖുത്ബയിൽ നൽകുന്നുണ്ട്. അള്ളാഹിൻ്റെ വാഗ്ദാനങ്ങൾ എന്തായിരുന്നു? ഒരു സംഭവം തന്നെ ഞാൻ പല ഘട്ടങ്ങളിലും പല സന്ദർഭങ്ങളിലും മാറി മാറി ആവർത്തിച്ച് അറിഞ്ഞുകൊണ്ട് തന്നെ പറയുന്നതാണ്. കാരണം ഇതൊക്കെ നിങ്ങളുടെ മനസ്സിൽ കുടിയിരിക്കാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് നല്ലോണം ഓർമ്മ ഉണ്ടാകാൻ വേണ്ടി. ഇതൊക്കെ ഉണ്ടായിട്ട് അത് റസൂലുള്ളാഹി ഒരുപാട് പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടും പ്രാർത്ഥനകളിൽ മുഴുകിയിരുന്നു. അള്ളാഹിനോട് കരഞ്ഞു ദുആ ചെയ്തിരുന്നു. മസീഹ് ഇസ്ലാമിൻ്റെ കാര്യം ഇങ്ങനെ തന്നെയായിരുന്നു. ഒരുപാട് ജോലി തിരക്കുകൾ ഉണ്ടായിട്ടും നമസ്കാരത്തിൽ വളരെയധികം ദത്തശ്രദ്ധനായിരുന്നു. ഈ കാര്യങ്ങൾ ഒരിക്കലും മറക്കരുത്. എന്നിട്ട് ജോലി ചെയ്യുക, ദുആ മറക്കരുത്. ജസാക്കല്ലാഹ്. മസീഹ് ഇസ്ലാം എന്താണ് പറഞ്ഞത്? അള്ളാഹുവിന് ഭയന്നുകൊണ്ട് എല്ലാം ചെയ്യുക എന്ന്. എല്ലാം ചെയ്യുക എന്ന് പറഞ്ഞാൽ തെറ്റുക ചെയ്യുക, തിന്മ ചെയ്യുക എന്നല്ല. അള്ളാഹിനെ ഭയക്കുകയാണെങ്കിൽ നിങ്ങൾ നന്മയെ മാത്രമല്ല ചെയ്യുമെന്നാണ് മസീഹ് ഇസ്ലാം ഉദ്ദേശിച്ചത്. അള്ളാഹിനെ ഭയക്കാൻ വേണ്ടി അള്ളാഹിൻ്റെ മുമ്പിൽ കുമ്പിടേണ്ടതുണ്ട്. ഒരു മുബല്ലിഗ് ഹുസൂർ തിരുമേനിയോട് ചോദിച്ചത്, എങ്ങനെയാണ് ഒരുമിച്ച് ജമാഅത്തിൻ്റെ ആമൽ മെമ്പർമാരോട് കൂടി ചെയ്തിട്ട് നല്ല നിലയിൽ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക? നിങ്ങളുടെ തർബീയത്തും തബ്ലീഗുമല്ലേ നിങ്ങളുടെ ജോലി. മുബല്ലിഗ്മാരുടെ സെക്രട്ടറി തബ്ലീഗിനോട് ചോദിക്കുക എന്തൊക്കെയാണ് തബ്ലീഗ് പ്രയത്നങ്ങൾ, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്. അങ്ങനെ അത് ഓർഗനൈസ് ചെയ്യുക. സെക്രട്ടറി തർബീയത്തിനുമായി കൂടി ചേർന്നിട്ട് തർബീയത്തുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഓർഗനൈസ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റ് വേറെ ഡിപ്പാർട്ട്മെൻറ്റിന് ആമിൽ ആവശ്യപ്പെടുകയാണെങ്കിൽ, സഹായം ആവശ്യപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സഹായിക്കുക. ഈ രണ്ട് കാര്യം മെയിനാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അത് തന്നെ മതിയായതാണ്. തബ്ലീഗും തർബീയത്തും അവർ സെക്രട്ടറിമാർ നിങ്ങളെ സഹകരിക്കുന്നില്ലെങ്കിൽ ജമാഅത്ത് സദറിനോട് പറയുക. ജമാഅത്ത് സദർ സമ്മതിക്കുന്നില്ലെങ്കിൽ കേന്ദ്രത്തിലേക്ക് അയക്കുക അമീർ സാബ് മുഖേന. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും ശ്രമിക്കുക. ഉമറാമ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ സഹായിക്കുക. അല്ലാതെ നിങ്ങൾ ആവശ്യപ്പെടാതെ നിങ്ങൾ അതിൽ ഇടപെടേണ്ട ആവശ്യമില്ല. മെയിൻ നിങ്ങളുടെ ജോലി എന്ന് പറയുന്നത് തർബീയത്തും തബ്ലീഗുമാണ്. ഓക്കെ, നിങ്ങളത് ചെയ്യുകയാണെങ്കിൽ ഉമറാമൻ്റെ പണി കൃത്യമായി നടക്കും, പ്രശ്നങ്ങളൊക്കെ ഇല്ലാതെയാകും. മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ മാലിൻ്റെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഇല്ലാതെയാകും. ഒരുപാട് പേർക്കും അറിയില്ല ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന്. ലോക്കൽ ആമില ഉണ്ടല്ലോ, ലോക്കൽ ആമിലയുടെ മെമ്പർ തന്നെയാണ് മുബല്ലിഗ്മാർ. താങ്കൾ മെമ്പറല്ലേ ലോക്കൽ ആമിലയുടെ? അതെ ഹുസൂർ. നിങ്ങൾ അവിടെ ചോദ്യം ഉന്നയിക്കുക, ഡിസ്കസ് ചെയ്യുക, അവരെ ഉപദേശിക്കുക. എന്നിട്ട് അതിനുശേഷം അവർ ജമാഅത്തിന് പുരോഗതി ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ ജമാഅത്തിനെതിരെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്, ഇവരുടെ രീതി ശരിയല്ലെന്ന് നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾ മിഷനറി ഇൻചാർജിനോട് റിപ്പോർട്ട് ചെയ്യുക. അദ്ദേഹം മുഖേന അമീർ ജമാഅത്തിനെ അറിയിക്കുക. നിങ്ങളുടെ മന്ത്ലി റിപ്പോർട്ട് വരുമ്പോൾ അതിൽ എഴുതുക, അത് എനിക്ക് കിട്ടും. ഓക്കെ, ലക്ഷ്യം എന്താണ്? ജോലി ചെയ്യുക. പരസ്പരം സഹകരിക്കുന്നില്ലെങ്കിൽ ഞാനും അടികൂടാൻ വേണ്ടി നിൽക്കരുത്. അപ്പം പിന്നെ അവരും തമ്മിൽ എന്താണ് വ്യത്യാസം? നിങ്ങൾ ഇവരെ ഇസ്ലാം ചെയ്യേണ്ടവരാണ്, അല്ലാണ്ട് അവരുമായി തർക്കിക്കേണ്ടവരും അവർ ശണ്ട കൂടേണ്ടവരുമല്ല. അതുകൊണ്ട് ശ്രമിക്കേണ്ടത് എങ്ങനെയാണ് ഇവർ ഇസ്ലാം ചെയ്യണമെന്നാണ്. മുലാഖാത്തിൻ്റെ അവസാനം മുബല്ലിഗ്മാർ ഹുസൂർ തിരുമനസുമായി ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാനും അതുപോലെ തന്നെ ഹുസൂർ തിരുമനസിൻ്റെ കൈകളിൽ നിന്ന് പെന്ന് ഗിഫ്റ്റായി ലഭിക്കാനുമുള്ള തൗഫീക്ക് ലഭിച്ചു. എല്ലാം നോട്ട് ചെയ്തോ കാര്യങ്ങളൊക്കെ? ഇതൊക്കെ പ്രവർത്തിക്കാനുള്ള ഉദ്ദേശമുണ്ടോ? അടുത്ത ദിവസം മജ്ലിസ് അൻസാറുള്ള ഫ്രാൻസിൻ്റെ മെമ്പർമാർ ഹുസൂർ തിരുമേനിസുമായുള്ള കൂടിക്കാഴ്ച നടത്താനുള്ള സൗഭാഗ്യം നേടുകയുണ്ടായി. അസ്സലാമു അലൈക്കും, ഇരുന്നു കൊള്ളുക.
മുലാഖത്തിനിടയിൽ MTS സ്റ്റുഡിയോ ഇസ്ലാമാബാദിൽ തന്നെയാണ് അതും നടന്നത്. എല്ലാവരും തങ്ങളെ പരിചയപ്പെടുത്താനുള്ള അവസരം ലഭിച്ചു. അതിനുശേഷം അവർക്ക് ഈ ഇന്നത്തെ കാലത്ത് ദീനുമായി ബന്ധപ്പെട്ട ആനുകാലിക പ്രസക്തമായ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരം ലഭിച്ചു. നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് അള്ളാഹു പ്രിയങ്കരനായ ഹുസൂറിൻ്റെ കാലഘട്ടത്തിൽ ഒരുപാട് ബർക്കത്ത് നൽകിയിട്ടുണ്ട്. ഈ ചെറിയ കാലഘട്ടത്തിൽ എത്രപാട് അള്ളാഹു അനുഗ്രഹം നൽകിയിട്ടുണ്ട്. ഇത് വളരെ അനിതര സാധാരണമാണ്. എങ്ങനെയാണ് നമുക്കും ഇങ്ങനെ ഇത്തരത്തിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തോടു കൂടി ഇങ്ങനെയുള്ള പ്രവർത്തന മികവ് നേടാൻ സാധിക്കുമെന്ന് ഉപദേശിക്കാമോ? ഖുത്ബകളൊക്കെ കേൾക്കാറുണ്ടോ? അതെ. അള്ളാഹുവിന് വേണ്ടി ജോലി ചെയ്യുകയാണെങ്കിൽ അള്ളാഹുമായി ബന്ധം സ്ഥാപിക്കണം ആദ്യം. ഓക്കെ, നിങ്ങളുടെ കഴിവുകളും നിങ്ങളുടെ ശേഷികളും ഒക്കെ തന്നെ അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കുന്നതിന് വേണ്ടി വിനിയോഗിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള വ്യക്തി ലാഭങ്ങളും വ്യക്തി താല്പര്യങ്ങളുമല്ല മുന്നിൽ വെക്കേണ്ടത്. അപ്പോൾ മാത്രമേ ഖലീഫയുടെയും ഖിലാഫത്തിൻ്റെയും ശക്തനായ സഹായിയായി മാറാൻ നിങ്ങൾക്ക് സാധിക്കുള്ളൂ. ഓക്കെ, നിങ്ങളങ്ങനെ സഹായിയായി മാറുമ്പോൾ, സദുദ്ദേശത്തോട് ജോലി ചെയ്യുമ്പോൾ, അള്ളാഹുവിൻ്റെ പ്രീതി നേടാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ അള്ളാഹു നിങ്ങൾക്ക് കൂടുതൽ ശക്തിയും പകരുന്നതാണ്. അതുപോലെ ഒരുപാട് നിങ്ങൾക്ക് ഫലം ലഭിക്കുന്നതുമാണ്. നിങ്ങൾ ഇനി വ്യക്തിലാഭമാണ് മുന്നിൽ വെക്കുകയാണെങ്കിൽ, പരസ്പരം പാരവയ്ക്കുകയും കൊള്ളിവയ്പ്പും നടത്തുകയാണെങ്കിൽ, അതിൽ നടന്നില്ല ഇത് നടന്നില്ല എന്ന് പറഞ്ഞിട്ട് അത് സമയം ചെലവഴിക്കുകയാണെങ്കിൽ നിങ്ങൾ സ്വയം നഷ്ടം വരുത്തുക മാത്രമല്ല, ഇൻഡയറക്റ്റായിട്ട് അള്ളാഹു അങ്ങനെയുള്ള അവസ്ഥ വരുത്തില്ല, എന്നാലും ജമാഅത്തിന് നിങ്ങളുടെ ഭാഗത്തു നിന്നും നാശമുണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരു വ്യക്തി നിങ്ങളുടെ ഭാഗത്തു നിന്നും വഴികേടിലാകുകയാണെങ്കിൽ നിങ്ങൾ സമുദായത്തെ അല്ലെങ്കിൽ മുഴുവൻ സമൂഹത്തെ വഴികേടിലാക്കാൻ ശ്രമിച്ചു എന്നതുപോലെയാണ്. അതുകൊണ്ട് ശരിയായ പ്രയോജനം എടുക്കുക. അപ്പം എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹുവിന് വേണ്ടി, തൃപ്തിക്ക് വേണ്ടി മാത്രം ചെയ്യുക. എൻ്റെ ഖുത്ബയിൽ ഞാൻ പലതവണ ഇത് ആവർത്തിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറത്താണ് ഇപ്പോൾ കേൾപ്പിക്കുന്നത്, മുമ്പും കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ചിന്തിക്കുക, കേൾക്കുക, കാണുക. അൻസാറാണ്, നിങ്ങൾ മെച്ചുവറാണ്, നിങ്ങളോട് എന്താണ് പറയേണ്ടത്? കുട്ടികളോടാണെങ്കിൽ പറയാം, നിങ്ങൾക്ക് എല്ലാം അറിയാമല്ലോ, പിന്നെന്താണ് പറയാനുള്ളത്? കുട്ടികളോടല്ലേ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. നിങ്ങൾക്ക് അൻസാറിലെയാണ് നിങ്ങൾക്ക് അറിയാം. പ്രിയപ്പെട്ട ഹുസൂർ ദീനിനെ ദുനിയാവിനേക്കാൾ മുന്തിക്കുമെന്ന് ശപഥം ചെയ്യുന്നുണ്ടല്ലോ. എന്നാൽ ചില ഭൗതികമായുള്ള കെട്ടുപാടുകളും ആവശ്യങ്ങളും സാഹചര്യങ്ങളും ഇതിന് വികാതെ നിൽക്കാറുണ്ട്. ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്ന് ഹുസൂർ പറയുമോ? ആദ്യത്തെ ചോദ്യത്തിൻ്റെ മറുപടി തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടിയാണ് ജോലി ചെയ്യുന്നതെങ്കിൽ, അള്ളാഹുവിൻ്റെ തൃപ്തിയാണ് എപ്പോഴും മുന്നിൽ വെക്കുന്നതെങ്കിൽ, മുൻപന്തിയിലുള്ളതെങ്കിൽ, ദീനിനെ നിങ്ങൾ ദുനിയാവിനേക്കാൾ മുന്തിക്കുന്നതാണ്. എപ്പോഴും ഞാൻ ഇത് തന്നെയാണ് പറയുന്നത്, അള്ളാഹുവിൻ്റെ പ്രീതിയെ മുൻനിർത്തുക. മസീഹ് ഇസ്ലാം പറഞ്ഞിരിക്കുന്നു, നിങ്ങളുടെ ഭൗതികോപാധികളിൽ നിങ്ങൾ പൂർണ്ണമായും ഭരമേൽപ്പിക്കരുത്, അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾ ഈ ഭൗതികോപാധികളെ അതിന് കീഴിലാക്കി വെക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഷിർക്കാണ് ചെയ്യുന്നത്. ഷിർക്ക് എന്ന് പറയുന്നത് അള്ളാഹുവിന് ഏറ്റവും അനിഷ്ടകരമായ കാര്യമാണ്. ഈ ചെറിയ ചെറിയ വിഗ്രഹങ്ങൾ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിനൊക്കെ കഴിഞ്ഞ 2-3 ഖുത്ബയിൽ ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഈ ചെറിയ ചെറിയ വിഗ്രഹങ്ങൾ ജനങ്ങൾ ഉണ്ടാക്കിയത് ഒഴിവാക്കുക. നിങ്ങൾ അവരെ ആശ്രയിക്കാതിരിക്കുക. അള്ളാഹുവിൻ്റെ പ്രീതി ആയിരിക്കണം മുമ്പിൽ വേണ്ടത്. അത് ഉണ്ടാകുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ഇല്ലാതാകും. അതുപോലെ തന്നെ ദീനിനെ ദുനിയാവിനേക്കാൾ മുന്തിക്കും എന്നുള്ള ശബ്ദം നിങ്ങൾ പൂർത്തിയാക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ശബ്ദം ചെയ്യുന്നു എന്നിട്ട് നിങ്ങൾ മറക്കുന്നു. അപ്പോൾ അള്ളാഹു പറയുന്നു, അള്ളാഹു പറയുന്നു ഞാൻ ഇതിനെക്കുറിച്ച് ചോദ്യം ചെയ്യുന്നതാണ്. നിങ്ങളുടെ ശബ്ദങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ വാഗ്ദാനങ്ങളെക്കുറിച്ച് അള്ളാഹു വിചാരണ ചെയ്യും അടുത്ത ലോകത്ത്, പരലോകത്തിൽ. അള്ളാഹുവിനെ ഭയക്കുകയാണെങ്കിൽ നിങ്ങൾ ഭയന്നുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി പ്രവർത്തിക്കുന്നതാണ്. മനുഷ്യൻ അറിയുകയാണെങ്കിൽ എനിക്ക് എൻ്റെ ഭാഗത്ത് ഈ തെറ്റുണ്ട്, അത് ദൂരീകരിക്കാനല്ല ശ്രമിക്കേണ്ടത്. കിടക്കുന്നവനെ എങ്ങനെ ഉറങ്ങുന്നവനെ ഉണർത്താം, എന്നാൽ ഉറക്കം നടിക്കുന്നവനെ എങ്ങനെയാണ് ഉണർത്താൻ പറ്റുമെന്ന് ചോദിക്കാറില്ല. അങ്ങനെ നടിക്കുകയാണെങ്കിൽ ഒന്നും തന്നെ ചികിത്സയില്ല. എല്ലാ ജുമയിലും പറയാറുണ്ട്, നിങ്ങൾ ഉറങ്ങുകയാണെങ്കിൽ സിയറത്തിൻ്റെ സംഭവങ്ങളുണ്ട്. വിവിധ സംഭാഷണങ്ങളിലും പ്രഭാഷണങ്ങളിലും ഒക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്തിനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സിയറത്ത് പറയുന്നത്? നമുക്ക് മുന്നിൽ മാതൃക ഉണ്ടാകാൻ വേണ്ടിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മാതൃകയാണ് മുന്നിൽ വെക്കേണ്ടത്. ഹദ്റത്ത് മസീഹ് ഇസ്ലാമിൻ്റെ കർമ്മങ്ങൾ നമ്മൾ മുന്നിൽ വെക്കേണ്ടത്, അദ്ദേഹത്തിൻ്റെ അധ്യാപനങ്ങൾ നമ്മൾ മുമ്പിൽ വെക്കേണ്ടത്. അത് നമ്മളനുസരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ ഏറ്റവും ഉത്കൃഷ്ട ജമാഅത്താകും. ഫ്രാൻസിൻ്റെ ചെറിയ ജമാഅത്തല്ലേ, ഇവർ ദീനിനെ ദുനിയാവിനേക്കാൾ മുന്തിക്കുമെന്ന് ശപഥം പാലിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വിപ്ലവം സംജാതമാക്കാൻ സാധിക്കും. ലോകത്തെ എത്രമാത്രം തിന്മകളുടെ അതിപ്രസരം ഉണ്ടായാലും പ്രശ്നമില്ല.
അതുകൊണ്ട് ഇതാണ് നിങ്ങൾ ചാലഞ്ച് ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് ലഭിക്കുന്ന ചാലഞ്ചാണ് നിങ്ങൾ ഇതിങ്ങനെ ചെയ്യുന്നത്. നിങ്ങളുടെ മുമ്പിൽ ലോകം തന്നെ എല്ലാം ആണെങ്കിൽ നിങ്ങളുടെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നിങ്ങൾക്ക് ലോകം തന്നെ സർവത്ര എങ്കിൽ പിന്നെ നിങ്ങൾ തിരിച്ചു പറയുക, ഞാൻ ദുനിയാവിനെ ദീനേക്കാൾ മുന്തിക്കുമെന്ന് പറയുക. ദുനിയാവിനേക്കാൾ മുന്തിക്കുക എന്ന് പറയേണ്ട കാര്യമില്ല. ഓക്കെ, ത്യാഗങ്ങൾ ഭരിക്കേണ്ടി വരും ഇതിന് വേണ്ടി. ഞാൻ കഴിഞ്ഞ ജുമയിലും മസീഹ് ഇസ്ലാമിൻ്റെ ഒരു ഉദ്ധരണി കേൾപ്പിക്കേണ്ടത്, സഹാബാക്കൾക്ക് സൗജന്യമായാണോ ഈ സ്ഥാനമാനങ്ങൾ ലഭിച്ചത്? അവർ ത്യാഗങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ത്യാഗങ്ങൾ ചെയ്യേണ്ടത് വരും. ഭൗതിക നേട്ടങ്ങൾ കൊയ്യുന്നവർക്ക് ദീനിന് പുരോഗതി നേടാൻ വേണ്ടി ത്യാഗങ്ങൾ ചെയ്യേണ്ടത് അനിവാര്യമുണ്ട്. ദീന് ത്യാഗമാണ് ആവശ്യപ്പെടുന്നത്. ഫ്രീ ആയിട്ടൊന്നും തന്നെ ലഭിക്കില്ല, സൗജന്യമായിട്ടൊന്നും ലഭിക്കില്ല. ഉപരിപ്ലവമായി ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ പ്രാപിക്കാൻ സാധിക്കുകയില്ല. ഹദ്റത്ത് മസീഹ് ഇസ്ലാം പറയുകയുണ്ടായി, അള്ളാഹുവിനെ നേടാൻ വേണ്ടി അധ്വാനിക്കേണ്ടതുണ്ട്, അതുപോലെ തന്നെ സതുദ്ദേശം ഉണ്ടാകേണ്ടതുണ്ട്. മസീഹ് ഇസ്ലാം പറഞ്ഞാൽ അള്ളാഹുവിനെ ചതിക്കാൻ വേണ്ടി പറ്റുകയില്ല. നിങ്ങൾക്ക് ആളുകളെ പറ്റിക്കാൻ പറ്റും, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറ്റും, എന്നാൽ അള്ളാഹുവിനെ വഞ്ചിക്കാൻ പറ്റുകയില്ല, അള്ളാഹുവിനെ അതിജയിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഈ കാര്യം ഓർക്കേണ്ടതുണ്ട്. നിങ്ങളുടെ ശപഥം പാലിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന് ഫലവും ലഭിക്കും. ഓക്കെ, ഇന്നത്തെ കാലത്ത് ലോകത്തുള്ള രാജ്യങ്ങൾ വിവിധ ബ്ലോക്കുകളിലായി ചേരി പിരിഞ്ഞിരിക്കുകയാണ്, പരസ്പരം യുദ്ധത്തിന് വേണ്ടി വെല്ലുവിളിക്കുന്നത്. ഈ സാഹചര്യത്തിൽ അഹമ്മദികളോട് നമ്മൾക്ക് എങ്ങനെ ബോധവൽക്കരിക്കാൻ പറ്റും അവർക്ക് ഈ യുദ്ധത്തിൽ നിന്നും ഈ ഫസാദിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി? എത്ര തവണ ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ബോധവൽക്കരണം നടത്താൻ വേണ്ടി നിങ്ങളൊക്കെ ഉണർത്തുന്നുണ്ടല്ലോ. നിങ്ങൾ സ്വയം ഉണർന്നിരിക്കുക, മറ്റുള്ളവരും ഉണർത്തുക. നമ്മൾക്ക് തീയിലേക്കാണ് മുന്നോട്ട് പോകുന്നത്. 20 വർഷമായി ഞാൻ ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ പോയി ആളുകൾ പറഞ്ഞു നിങ്ങൾ വളരെ എക്സ്ട്രീമിസ്റ്റാണ്, വളരെ നിങ്ങളുടെ നെഗറ്റീവായിട്ടുള്ള ചിന്താഗതിയാണ്, നിങ്ങൾ നാശത്തിലേക്കൊന്നല്ല പോകുന്നത്. എന്നാൽ അങ്ങനെ പറയുന്നവർ ഇപ്പോൾ പറയാൻ തുടങ്ങി, നിങ്ങൾ പറയുന്നത് ശരിയാണ്, ഇപ്പോൾ നമ്മൾ ഇതിലേക്കാണ് പോകുന്നത്, നാശത്തിലേക്ക് പോകുന്നത്. ബ്ലോക്കുകൾ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? കാരണം ഇവരൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയല്ലോ, UNO, ഐക്യരാഷ്ട്രസഭ. ഈ UNO ഉണ്ടാക്കിയത് നമ്മളെല്ലാവരും ഒരുമിച്ച് ഒത്തൊരുമയോടുകൂടി അഖണ്ഡതയോടുകൂടി നിൽക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ ഇവർ അവിടെ വിവേചനം തുടങ്ങി UN-ക്കാർ. അപ്പോൾ വീറ്റോ പവർ ചില രാജ്യങ്ങൾക്ക് നൽകി. എത്ര ബഹുഭൂരിഭാഗം രാജ്യങ്ങളുടെ തീരുമാനത്തെ റദ്ദാക്കാൻ ഒരു രാജ്യത്തിന് പറ്റുമെന്ന് പറഞ്ഞപ്പോൾ നീതി സ്ഥാപിക്കപ്പെട്ടില്ല. നീതി സ്ഥാപിക്കപ്പെടാതിരിക്കുമ്പോൾ ക്രമേണ ഇവിടെ പ്രശ്നങ്ങളുണ്ടാകും. അതുപോലെ തലതിരിഞ്ഞ് ഏതെങ്കിലും നേതാവ് വന്നാൽ എന്താ അവസ്ഥ? അമേരിക്കയുള്ള ഇന്നത്തെ അവസ്ഥ അതുപോലെ തന്നെയാണ്. പിന്നെ വേറെ ബ്ലോക്കുകളുണ്ടാവും. അയാൾ പറയുന്നത് ഞാൻ UN-നെ അംഗീകരിക്കുന്നില്ല, സ്വന്തം നിയമം ഉണ്ടാക്കുന്നു. പ്രൈം മിനിസ്റ്റർ കാനഡ എന്നാണ് പറഞ്ഞത്. ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് പുതിയ ബ്ലോക്കുകൾ ഉണ്ടാകുന്നു. UN-ന്റെ കാര്യം ഇപ്പോൾ പ്രസക്തി നശിച്ചു. നമുക്ക് വേറെ ചേരികൾ ഉണ്ടാക്കും, കക്ഷികൾ ഉണ്ടാക്കണമെന്ന് കരുതുന്നു. എല്ലാവരും സ്വയം നിലനിൽപ്പിന് വേണ്ടി, സ്വയം ജീവിച്ചിരിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും. അവർ ഗ്രൂപ്പ് ഉണ്ടാക്കിയാൽ പിന്നെ ബ്ലോക്കുകൾ ഉണ്ടാകും. ശക്തി ആരുടെ കൂടുതലുള്ളത്, മുൻതൂക്കമുള്ളത്, അവർ ശത്രുക്കളെ തോൽപ്പിക്കും, അല്ലെങ്കിൽ കീഴ്പ്പെടുത്തും, തങ്ങളുടെ കീഴിൽ പ്രഭാവത്തിൽ കൊണ്ടുവരും. യുദ്ധത്തിൻ്റെ രൂപത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ. അത് തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പ്രധാനമായും ദുആ ചെയ്യണം, ജനങ്ങളെ ജാഗ്രതപ്പെടുത്തണം, സ്വയം ഈ ഭാരതത്തിലേക്ക് ശ്രദ്ധിക്കണം, കൂടുതൽ അധ്വാനിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് ലോകത്ത് സമാധാനവും ശാന്തിയും സ്ഥാപിക്കാൻ വേണ്ടി നോക്കുക. ബാഹ്യദൃഷ്ടിയിൽ ഇത് സാധ്യമല്ലെന്ന് തോന്നും. എന്നാൽ ഈ ഒരു അവസരം നാശമുണ്ടാകുമ്പോൾ മാത്രമേ ആളുകൾക്ക് മതത്തെക്കുറിച്ച് ചിന്ത ഉണ്ടാകുള്ളൂ. മസീഹ് ഇസ്ലാമിൻ്റെ പ്രവചനം എന്തായാലും പൂർത്തിയാകുമല്ലോ. ലോകത്ത് എന്ത് സംഭവിച്ചാലും അതിനുശേഷമാണ് ഉണ്ടാകുക. ലോകത്തിൻ്റെ കുത്തൊഴുക്കിൽ നമ്മൾ നശിക്കുന്നതാണ്. അതുകൊണ്ട് അള്ളാഹുവിനോടുള്ള ശക്തമായ ബന്ധം സ്ഥാപിക്കണം, അള്ളാഹുവിനെ ഓർമ്മിക്കണം, സ്മരിക്കണം, അവനോട് സഹായം തേടണം. പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അള്ളാഹു കുറഞ്ഞത് മസീഹ് ഇസ്ലാം പറഞ്ഞത് തീയാണ്. തീയിൽ നിന്ന് രക്ഷപ്പെടുന്നത് അള്ളാഹുവിനോട് സ്നേഹമുള്ളവർക്കാണ്. അള്ളാഹുവിന് സ്നേഹമുണ്ടെങ്കിൽ, അള്ളാഹുവിന് വേണ്ടി എല്ലാം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ സ്വയം രക്ഷപ്പെടുന്നതും ലോകത്തെയും ഒരു കണക്കിന് നിങ്ങൾക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കും. അല്ലെങ്കിൽ നാശനഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാകും. പരിണാമം എന്താണെന്ന് അള്ളാഹുവിനാണ് കൂടുതൽ നന്നായിരിക്കുക. ഈ മീറ്റിങ്ങിൽ ഒരാൾ ഫ്രഞ്ച് ഭാഷയിൽ ചോദിച്ചു, തഖ്ദീറിനെ കുറിച്ച് എന്താണ്, തഖ്ദീറിന് മാറ്റം വരുത്താൻ കർമ്മങ്ങൾ കൊണ്ട് സാധിക്കുമോ? അള്ളാഹു ഒരിക്കലും തീരുമാനിച്ചിട്ടില്ല നിങ്ങൾക്ക് ഇത് തന്നെയാണ് നിശ്ചയിച്ചിട്ടുള്ളത്, നിങ്ങൾക്ക് അതിൽ നിന്ന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. കാര്യം ഇതാണ്, തഖ്ദീർ എന്ന് പറയുന്നത് സൽക്കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിൽ
അള്ളാഹു അതിനുള്ള അജർ പ്രതിഫലം പുണ്യം നൽകുന്നതാണ്. അള്ളാഹുവിന് ഒരു കാര്യം അറിവുണ്ട് എന്നതും അല്ലെങ്കിൽ അതുപോലെ തന്നെ അള്ളാഹു കർമ്മങ്ങൾക്ക് ഫലം നൽകുക എന്ന് പറഞ്ഞ് രണ്ട് കാര്യമാണ്. അള്ളാഹു ഒരിക്കലും വിധിച്ചിട്ടില്ല നീ എന്തായാലും തെറ്റാണ് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് തിന്മക്ക് ശിക്ഷ എന്തായാലും ലഭിക്കുന്നതാണെന്ന്. അള്ളാഹുവിൻ്റെ തഖ്ദീർ എന്താണ്? തിന്മകൾ ചെയ്യുന്നവർക്ക് ശിക്ഷ ലഭിക്കും, അതിൻ്റെ നഷ്ടം അനുഭവിക്കേണ്ടി വരും. എന്നാൽ അള്ളാഹുവിൻ്റെ തഖ്ദീർ ഒരിക്കലുമല്ല നിങ്ങൾ എന്തായാലും തിന്മകൾ തന്നെ ചെയ്യണമെന്ന്. അള്ളാഹുവിനെ അറിയാം ഇന്ന വ്യക്തി തെറ്റായ കാര്യങ്ങൾ ചെയ്യും, ശിക്ഷ ലഭിക്കുമെന്ന്. എന്നാൽ അള്ളാഹു വാണിംഗ് ചെയ്തിട്ടുണ്ടല്ലോ, താക്കീത് ചെയ്തിട്ടുണ്ടല്ലോ, സംഭവം ഉണ്ടല്ലോ. 100 ആളുകളെ കൊന്ന ഒരു വ്യക്തി നന്മയിലേക്ക് തിരിഞ്ഞപ്പോൾ, തഖ്വയുടെ കാര്യങ്ങളിലേക്ക് തിരിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? അള്ളാഹുവിൻ്റെ തഖ്ദീർ ഉണ്ടായി. അള്ളാഹുവിൻ്റെ പ്രീതി നേടാനും അള്ളാഹുവിലേക്ക് പോകാനും വേണ്ടിയിട്ട് 100 കൊലപാതകങ്ങൾക്ക് ശേഷം താല്പര്യപ്പെട്ടപ്പോൾ അള്ളാഹു അവന് പുറത്തു കൊടുത്തു. കാരണം നന്മയിലേക്ക് അവൻ തിരിഞ്ഞല്ലോ, അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തിലേക്ക് പോയല്ലോ. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ തഖ്ദീർ എന്ന് പറയുന്നത് എന്തായാലും നശിപ്പിച്ച് നരകത്തിൽ കൊണ്ടിടുന്നല്ല. അള്ളാഹുവിനെ അറിയാം ഇയാൾ ഇത്തരം തെറ്റുകൾ പാപങ്ങൾ ചെയ്യുമെന്ന്. എന്നാൽ അവസാനം അള്ളാഹുവിൻ്റെ തഖ്ദീറിന് തീരുമാനിച്ചത് അവന് മാപ്പാക്കി കൊടുക്കുക, കാരണം അവൻ നന്മയിലേക്ക് തിരിഞ്ഞു. അതുകൊണ്ട് നിങ്ങളുടെ അവസാനത്തെ കർമ്മങ്ങൾ അതിൽ കൊണ്ടാണ് നിങ്ങൾ തഖ്ദീർ മാറ്റുന്നത്. അതുകൊണ്ട് തഖ്ദീർ ഇത് തന്നെയാണ്, ഒന്നും ചെയ്യാതെ ഇരിക്കുക, പാപം ചെയ്യാനെങ്കിൽ എന്തായാലും ചെയ്യും, നരകത്തിൽ പോകണമെങ്കിൽ നരകത്തിൽ പോകുമെന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്നൊരു കാര്യമില്ല. അള്ളാഹു പുറത്തു കൊടുക്കുന്നവനാണ്, അവന് പുറത്തു കൊടുക്കുന്നതുമാണ്. നിങ്ങളുടെ ഉത്തരവാദിത്വം, നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, അതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾക്ക് മേലാണ്. നിങ്ങൾക്ക് അതിനുള്ള മനുഷ്യർ ബുദ്ധി അള്ളാഹു നൽകിയത് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ചിന്തയെ നിങ്ങൾ പ്രാവർത്തികമാക്കിക്കൊണ്ട് നോക്കുക. അള്ളാഹുവിൻ്റെ കീഴിൽ അഭയത്തിൽ നമ്മൾ എങ്ങനെ വരാൻ പറ്റും, അവനെ എങ്ങനെ പ്രീതിപ്പെടുത്താൻ പറ്റും, അവനിൽ നിന്ന് എങ്ങനെ പ്രതിഫലം നേടാൻ പറ്റുമെന്ന് ചിന്തിക്കുക. ഇസ്തിഗ്ഫാറും തൗബീഖും അള്ളാഹു അതിനു വേണ്ടിയാണ് വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ തഖ്ദീർ ഇങ്ങനെ തന്നെയാണ്, ഇങ്ങനെ തന്നെ ചെയ്യേണ്ടി വരും ഒന്ന് പറയുന്ന കാര്യമില്ല. ഒരു ലക്ഷ്യം നേടാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അള്ളാഹു ഒരു ലക്ഷ്യം വെച്ചിട്ടുണ്ട്, നിങ്ങൾക്കിത് നേടേണ്ടതുണ്ട്, അതിനുവേണ്ടി നിങ്ങൾ പരിശ്രമിക്കേണ്ടതെന്ന് അള്ളാഹു വിധിച്ചിട്ടുണ്ട്. നിങ്ങൾ പരിശ്രമിക്കേണ്ടതുണ്ട്. നിങ്ങൾ അധ്വാനിക്കുമ്പോൾ, പരിശ്രമിക്കുമ്പോൾ അള്ളാഹു അതിനുള്ള റിസൾട്ട് നൽകും. നിങ്ങളത് ശ്രമിക്കുന്നില്ലെങ്കിൽ അള്ളാഹുവിന് കാര്യം അറിയാം, അള്ളാഹുവിൻ്റെ അറിവിലുണ്ട് നിങ്ങൾ അവസാനം തിന്മ ചെയ്തിട്ട് നിങ്ങൾക്ക് ശിക്ഷ ലഭിക്കും. എന്നാൽ നിങ്ങൾ ഒരു സമയത്ത് നിങ്ങൾ ബോധം വന്നാൽ അള്ളാഹുവിൻ്റെ വാഗ്ദാനം നിങ്ങളെ തീർച്ചയായും നശിപ്പിക്കുമെന്നല്ല, അള്ളാഹു ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾ മാറ്റം വരുന്നതാണ്. മനുഷ്യൻ്റെ ചിന്ത അതിൽ മാറ്റം വരികയാണെങ്കിൽ അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളും മാറ്റം വരുന്നതാണ്. അതുകൊണ്ട് തന്നെ തഖ്ദീറിൽ ഇതാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത് തന്നെ ഒന്നും വേറൊന്നും ചെയ്യാനില്ല എന്ന് പറയാം. അള്ളാഹുവിൻ്റെ തഖ്ദീർ മാറ്റം വരുന്നതാണ്. പ്രിയപ്പെട്ട ഹുസൂർ, ജമാഅത്തിൻ്റെ ലായമേലും അതുപോലെ തന്നെ പോഷക സംഘടനയുടെ ലായമേലും ലക്ഷ്യങ്ങളും ഒരുപോലെയാണ്. എങ്ങനെയാണ് പരസ്പരം സഹകരണത്തോടുകൂടി ഒരുമിച്ച് ചേർന്ന് നല്ല നിലയിൽ എങ്ങനെയാണ് പ്രവർത്തിക്കാൻ പറ്റുക? ചോദ്യം ഇതാണ്. ജമാഅത്തിൻ്റെ ഒരു വ്യവസ്ഥതയുണ്ട്, അതുപോലെ പോഷക സംഘടനകളുമുണ്ട്. ഇത് ജമാഅത്തിൻ്റെ നിസാമിൻ്റെ 4 ചക്രങ്ങളാണ്. ഹസ്രത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹു പോഷക സംഘടനകളുടെ സ്ഥാപനം നടത്തിയത് ജമാഅത്തുമായി സഹകരിച്ചുകൊണ്ട് 4 ചക്രം ഒരുപോലെ ചലിക്കുകയാണെങ്കിൽ സ്പീഡ് കൂടും. ഒന്നിൽ പോവുകയാണെങ്കിൽ, ഒരു ചക്രത്തിൽ പോവുകയാണെങ്കിൽ 2ൽ പോവുകയാണെങ്കിൽ ബുദ്ധിമുട്ടാകും. കുട്ടികൾ ചെറിയ സ്കൂട്ടർ ഓടിക്കുന്നില്ല, 2 ടയറുള്ളതാണെങ്കിൽ ബാലൻസ് കിട്ടുന്നില്ല. എന്നാൽ 4 ടയറിൽ ബാലൻസ് കിട്ടും. അതിൽ ഒരു ടയർ പഞ്ചറാണെങ്കിൽ അത് കറങ്ങി നിൽക്കും, മുന്നോട്ട് പോകില്ല, അതിന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് പരസ്പരം സഹകരണം ചെയ്യേണ്ടത് നിർബന്ധമാണ്. അള്ളാഹു പറഞ്ഞത് എന്താണ്? ഖുർആനിൽ പറഞ്ഞത് താവനു അലൽ ബിർരി വ തഖ്വ എന്നാണ്. നന്മയിലും തഖ്വയിലും പരസ്പരം സഹകരിക്കും, മുന്നേറുകയും ചെയ്യുക. നന്മയും തഖ്വയാണ് നമ്മുടെ ഉദ്ദേശം. എല്ലാവരും ഇത് തിരിച്ചറിയേണ്ടതുണ്ട്, പരസ്പരം സഹകരിക്കണമെന്ന്. അതുകൂടാതെ അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടിയാണ് എല്ലാം ചെയ്യേണ്ടത്. ഈ ഒരു തിരിച്ചറിവ് ഉണ്ടാകുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായി ജോലി ചെയ്യും. എന്നാൽ എല്ലാവരും അവരുടെ താനാണ് പ്രമാണി, ഷാസാവ് പറഞ്ഞു എൻ്റെ ഭരണമാണ്, ലജ്ന പറയും ഞങ്ങളുടെ ഭരണമാണ് ഇവിടെ, അതുപോലെ തന്നെ ഖുദ്ദാമുൽ അഹമ്മദിയ പറയും ഞങ്ങളുടെ നിയന്ത്രണമാണ് ഇവിടെ എന്നൊക്കെ പറയുകയാണെങ്കിൽ ജമാഅത്ത് വേറെ വ്യവസ്ഥിതിയിൽ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ പരസ്പര സഹകരണം എങ്ങനെ ഉണ്ടാകും? അതുകൊണ്ട് ആ സത്യവിശ്വാസികളുടെ അടയാളം എന്ന് പറയുന്നത് റഹമാവ് ബൈനഹും, പരസ്പരം കരുണ ചെയ്യുന്നവരും സഹകരിക്കുന്നവരുമാണ്.
ആ കാര്യമാണ് നമ്മൾ മുന്നിൽ വെക്കേണ്ടത്. ഉണ്ടാകുകയാണെങ്കിൽ നമുക്ക് പുരോഗതി ഉണ്ടാവും. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ആർക്കും അറിയില്ല എന്നുള്ള ഒരു അവസ്ഥയില്ല. നിങ്ങൾ ഇപ്പോൾ സംസാരിക്കുന്നവരോട് തന്നെ ഈ ഒരു വിഷയത്തിൽ പ്രഭാഷണം നടത്താൻ പറഞ്ഞാൽ സുദീർഘമായി പ്രഭാഷണം നടത്താൻ പറ്റും. എന്നാൽ പ്രവർത്തിക്കാൻ വേണ്ടി പറയുകയാണെങ്കിൽ അത് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് പ്രവർത്തിക്കുക എന്നതാണ് പ്രധാനം. ഓക്കെ, ഇക്ബാൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കവിതയിൽ, മനുഷ്യൻ സ്വന്തം കർമ്മം കൊണ്ടാണ് സ്വർഗത്തിലും നരകത്തിലും പോകുന്നത്. ഈ ഒരു വരി ശരിയാണ്, അടുത്ത വരി തെറ്റാണ്. ആദ്യത്തെ വരി മാത്രമേ ശരിയുള്ളൂ. അതുകൊണ്ട് കർമ്മം അനിവാര്യമാണ്. കർമ്മം ശരിയാണെങ്കിൽ എല്ലാം തന്നെ പുരോഗതി ഉണ്ടാകും. അല്ലെങ്കിൽ എത്ര ഊന്നൽ ചെലുത്തിയാലും ഒന്നും കാര്യമില്ല. കേൾക്കാൻ താല്പര്യമില്ലാത്തവന് കേൾക്കുകയില്ല. എൻ്റെ വാക്കുകൾ കേട്ടതിന് ശേഷം പലരും ചോദിച്ചു, എന്താണ് പറഞ്ഞത്, പിന്നെന്താ കാര്യമുള്ളത്, TKSC എന്ന് ചോദിക്കും. ഓക്കെ, പ്രിയപ്പെട്ട ഹുസൂർ, നഹ്നു അൻസാറുള്ളാഹിയുടെ മുദ്രാവാക്യത്തെ എങ്ങനെ പ്രാവർത്തികമാക്കാൻ പറ്റും, അതുപോലെ തന്നെ മദ്രസ അൻസാറുള്ളാഹിയുടെ ഉത്തരവാദിത്തം എങ്ങനെയാണ് മെമ്പർമാർക്കും അതുപോലെ തന്നെ ആമലമാർക്കും എങ്ങനെ നിർവഹിക്കാൻ പരിശ്രമിക്കാൻ പറ്റും. നിങ്ങൾ എൻ്റെ ലജ്ന അൻസാറുള്ള ഇജ്തിമയുടെ പ്രഭാഷണം കേട്ടോ? 2 വർഷം മുമ്പുള്ള കേട്ടിന. നഹ്നു അൻസാറുള്ളയെ കുറിച്ച് ഞാൻ സംസാരിച്ചിരുന്നു. അള്ളാഹുവിനോടുള്ള ഭയം അനിവാര്യമാണ്. ഞാൻ മുമ്പും പറഞ്ഞതാണ്, ഈ കഴിഞ്ഞ ചോദ്യത്തിനും പറഞ്ഞു. അള്ളാഹുവിനോട് ഭയമുണ്ട്, അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടിയാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതെങ്കിൽ നഹ്നു അൻസാറുള്ള ആയി മാറുന്നതാണ്. ഞങ്ങൾ അൻസാറുള്ള അള്ളാഹുവിൻ്റെ സായികളായി മാറുന്നത്. എന്നാൽ വെറും പൊള്ളയായ വാദം മാത്രമാണെങ്കിൽ ഒരു കാര്യവുമില്ല. മറ്റ് രാജ്യങ്ങളുണ്ട്, അറേബ്യൻസും ആഫ്രിക്കന്മാരൊക്കെ, അവർ പുരോഗതി നേടി പോകും. നിങ്ങൾ പറയും ഞങ്ങൾ പാകിസ്ഥാനി ഒറിജിനാണ്, അതുകൊണ്ട് ഞങ്ങൾക്കാണ് അവകാശം കൂടുതലെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നഹ്നു അൻസാറുള്ള എന്ന് പറയുന്ന മുദ്രാവാക്യം നിങ്ങൾ അതനുസരിച്ച് പ്രവർത്തിക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്. നിങ്ങൾ തെളിയിക്കേണ്ടത് ദൈവത്തിൻ്റെ പ്രീതിക്ക് വേണ്ടിയാണ് ഞങ്ങളെല്ലാം ചെയ്യുന്നത്, ഖലീഫയുടെ സഹായിയായും മാറുന്നതും ഞങ്ങൾ അങ്ങനെയാണ്. അള്ളാഹു അപ്പോൾ അനുഗ്രഹം ചൊരിയും. ജമാഅത്ത് എന്തായാലും പുരോഗതി പ്രാപിക്കും, എന്നാൽ നിങ്ങളെ എടുത്ത് പുറത്തേക്ക് ചാടും അള്ളാഹു. ഓക്കെ, അതുകൊണ്ട് എപ്പോഴും അള്ളാഹുവിനെ ഭയന്നുകൊണ്ടിരിക്കുക. നഹ്നു അൻസാറുള്ളതിനെ കുറിച്ച് ചിന്തിക്കുക, അതനുസരിച്ച് പ്രവർത്തിക്കുക. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് അത് വിലയിരുത്തുക, ആത്മവിശകലനം നടത്തുക. മറ്റുള്ളവരെന്തിനാണ് പരിശോധന നടത്തേണ്ടത്? മനുഷ്യൻ സ്വയം ആത്മപരിശോധന നടത്തിക്കൊണ്ട് അള്ളാഹുവിനെ എത്ര ചിന്തിച്ചു, അള്ളാഹുവിൻ്റെ ആരാധനയോടുള്ള കടമകൾ, അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ അടിയാറോടുള്ള കടമകൾ എത്രത്തോളം നിർവഹിച്ചു, നന്മകളുടെ കാര്യങ്ങൾ എത്ര ചെയ്തു, ദീനിൻ്റെ അറിവ് വർദ്ധിപ്പിക്കാൻ എന്തൊക്കെ ഞാൻ ശ്രമിച്ചു, അള്ളാഹുവിൻ്റെ സന്ദേശം പ്രചരിപ്പിക്കാൻ എന്താണ് ശ്രമിച്ചത് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാകും. നിങ്ങൾക്ക് നമസ്കാരത്തിൽ ശ്രദ്ധയില്ല, തബ്ലീഗിൽ ശ്രദ്ധയില്ല, ദീനിൻ്റെ അറിവ് നേടുന്നതിൽ ശ്രദ്ധയില്ല, അതുപോലെ തന്നെ വീട്ടിൽ നല്ല സൽപെരുമാറ്റത്തിന് വേണ്ടിയുള്ള ശ്രദ്ധയില്ല, അതുപോലെ തന്നെ പരസ്പര സഹോദര്യത്തിൻ്റെ ഒരു അതുപോലെ തന്നെ ഉന്നത ധാർമ്മിക ഗുണത്തിൻ്റെ സൽസ്വഭാവത്തിൻ്റെ ഒരു അന്തരീക്ഷം ഇല്ലെങ്കിൽ ഞാൻ എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അങ്ങനെ നിങ്ങൾ മുറിച്ച് മാറ്റപ്പെടുന്ന ഇറച്ചി കഷ്ണമായി മാറുന്നതാണ്. ഓക്കെ, അതുകൊണ്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. അടുത്തൊരു മെമ്പർ മദ്രസ അൻസാറുള്ള ഫ്രഞ്ച് ഭാഷയിൽ തന്നെ ചോദിച്ചു, ഹുദൂർ തിരുമേനിസിനോട് എങ്ങനെയാണ് പരലോകത്തെ ജീവിതത്തിന് വേണ്ടി തയ്യാറെടുപ്പ് നടത്താൻ സാധിക്കും? അള്ളാഹു പറഞ്ഞത് എന്നെ ഓർക്കുക, എന്നെ സ്മരിക്കുക. ഇത് തന്നെയാണുള്ളത്. അള്ളാഹുവിനെ ഭയക്കുകയാണെങ്കിൽ, അതുപോലെ തന്നെ നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ അവൻ്റെ പ്രീതി നേടുന്നതിന് വേണ്ടി ഉദ്ദേശിച്ചുകൊണ്ടാണെങ്കിൽ അള്ളാഹു സന്തോഷിക്കുന്നതാണ്. ഓക്കെ, അള്ളാഹു 2 കാര്യങ്ങളാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. ജോലി, നമ്മുടെ 2 ജോലിയാണുള്ളത്. ഹുക്കുൽ അബാദും. രണ്ടും നമ്മൾ നിറവേറ്റുകയാണെങ്കിൽ അള്ളാഹു നമ്മളിൽ നിന്നും സന്തുഷ്ടനാകുന്നതായിരിക്കും. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ. വിശുദ്ധ ഖുർആൻ എല്ലാവരും വായിക്കുന്നുണ്ട്, നിങ്ങൾ തഫ്സീർ വായിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ അള്ളാഹിൻ്റെ കൽപ്പന പാലിക്കുക, അതിനുവേണ്ടി പരിശ്രമിക്കുക. ഈ മുലാഖാത്തിൻ്റെ അവസാനം എല്ലാവരും ഹുസൂർ തിരുമേനിസുമായി ഒരു ഫോട്ടോ എടുക്കാനും അതുപോലെ തന്നെ ഹുസൂർ തിരുമേനിസിൽ നിന്നും പെന്ന് ഉപഹാരമായി ലഭിക്കാനുള്ള തൗഫീഖ് നേടുകയുണ്ടായി. തിങ്കളാഴ്ച ഓണറബിൾ സർ എ ഡേവി ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടി ലീഡർ ഹുസൂർ തിരുമേനിസുമായി ഇസ്ലാമാബാദിൽ മീറ്റിംഗ് നടത്താനുള്ള തൗഫീഖ് നേടുകയുണ്ടായി. ഈ മീറ്റിങ്ങിനിടയിൽ ഹുസൂർ തിരുമേനിസ് ലോക്കൽ തലത്തിലും ഇൻ്റർനാഷണൽ തലത്തിലുമുള്ള ലോക സമാധാനത്തെക്കുറിച്ച് സംസാരിച്ചു. ഹുസൂർ തിരുമേനിസ് പറഞ്ഞത് പബ്ലിക് സർവൻസിന്
അവരുടെ ഉത്തരവാദിത്തങ്ങൾ, അതുപോലെ തന്നെ അവരുടെ കീഴിലുള്ള ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. അതിനുവേണ്ടി പരിശ്രമിക്കുന്നുണ്ട്. മീറ്റിങ്ങിന് ശേഷം സർ എഡ്വി ഹുസൂർ തിരുമേനിയുമായുള്ള മീറ്റിംഗ് എപ്പോഴും സന്തോഷം ഉളവാക്കുന്നു എന്ന് അഭിപ്രായം പ്രകടിപ്പിക്കേണ്ടത്. ഹുസൂറിനുമായുള്ള കൂടിക്കാഴ്ച എപ്പോഴും വളരെ സന്തോഷമുള്ളതാണ്. എനിക്ക് വളരെ ലക്കിയായി ഫീൽ ചെയ്യുന്നു. ഹുസൂറിനെ പലതവണ ഞാൻ കഴിഞ്ഞ വർഷങ്ങളിൽ കണ്ടിട്ടുണ്ട്. ഹുസൂറിനെ ഒരു പഴയകാല സുഹൃത്തിനെ പോലെയാണ് എനിക്ക് തോന്നുന്നത്. എപ്പോഴും ഞങ്ങൾ പൊളിറ്റിക്കൽ കാര്യങ്ങൾ സംസാരിച്ചു. ലോകത്ത് സമാധാനത്തെ സ്ഥാപിക്കുന്നതിനെ കുറിച്ചിട്ട് ഹുസൂർ പറഞ്ഞു. ഹുസൂർ എൻ്റെ അഭിപ്രായങ്ങൾ കേൾക്കാൻ താല്പര്യം കാണിച്ചു. ഞാൻ ഹുസൂറിൻ്റെ അഭിപ്രായങ്ങളും കേൾക്കേണ്ടത്. അതുപോലെ ലോകത്ത് എന്താണ് നടക്കുന്നത്, ഇപ്പോൾ വളരെ കലാപകലുഷിതമായ സമയത്താണ് നമ്മളുള്ളത്. ഇപ്പോൾ എന്താണ് നമ്മൾക്ക് ഫലപ്രദമായി ചെയ്യുക, എങ്ങനെ ഈ പ്രയാസങ്ങൾ ദൂരീകരിക്കാൻ പറ്റുമെന്ന കാര്യം സംസാരിച്ചു. ഹുസൂർ പേഴ്സണൽ മീറ്റിങ്ങുകൾ എപ്പോഴും പ്രോത്സാഹിപ്പിക്കുന്ന കാര്യമാണ്. ഇതായിരുന്നു ഈ ആഴ്ചയിലെ ഹുസൂർ തിരുമേനിസിൻ്റെ ആക്ടിവിറ്റീസുകളുടെ ഹൈലൈറ്റുകൾ. ഇനി നമുക്ക് അവസാനമായി ഹുസൂർ തിരുമേനിസിൻ്റെ ജുമാ ഖുത്ബയിലേക്ക് കടക്കാം. ഇന്നത്തെ ജുമാ ഖുത്ബയിൽ ഹുസൂർ തിരുമേനിസ് അയ്ദുല്ലാ താല ബിൻ അസീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൈവാനുരാഗത്തെ, ദൈവസ്നേഹത്തെ കുറിച്ചുള്ള വിഷയം സംസാരിച്ചു. അതുപോലെ തന്നെ ഹുസൂർ ഹസ്രത്ത് ആയിഷ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു നിവേദനം, ഇതുമായി സംബന്ധിച്ചുള്ള ഒരു സംഭവം വിവരിക്കുകയുണ്ടായി. ഹസ്രത്ത് ആയിഷ റളിയല്ലാഹു അൻഹ മറ്റൊരിടത്ത് പ്രതിപാദിക്കുന്നു, അള്ളാഹുവിൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങളിൽ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടത് എൻ്റെ വീട്ടിൽ എൻ്റെ ഊഴമുള്ള ദിവസം എൻ്റെ നെഞ്ചിനും എൻ്റെ കഴുത്തിനും ഇടയിൽ കിടന്നായിരുന്നു. അള്ളാഹു അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ സമയത്ത് എൻ്റെയും അദ്ദേഹത്തിൻ്റെ ഉമനീരെ ഒരുമിപ്പിക്കാനുള്ള ഒരു അവസരമുണ്ടാക്കി. അത് വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, അബ്ദുറഹ്മാൻ എൻ്റെ അടുത്ത് വന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ മിസ്വാക്ക് ഉണ്ടായിരുന്നു. ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് താങ്ങ് കൊടുത്ത് ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ കണ്ടു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മിസ്വാക്ക് നോക്കുന്നുണ്ട്. അപ്പോൾ എനിക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മിസ്വാക്ക് വളരെ ഇഷ്ടമാണെന്ന്. ഞാൻ ചോദിച്ചു, ഞാനത് വാങ്ങിച്ച് തരട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തല ആട്ടി എന്ന് പറഞ്ഞു, അതേ എന്ന് പറഞ്ഞു. അപ്പം ഞാനതെടുത്ത് കൊടുത്തപ്പോൾ അത് കുറച്ച് കടുപ്പമുള്ളതായിരുന്നു. എന്നിട്ട് ഞാൻ ചോദിച്ചു, റസൂലുള്ളാഹി ഞാനത് മൃദുവാക്കി തരട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തലയാട്ടി സമ്മതിച്ചു. ഞാനത് ചവച്ചു സോഫ്റ്റ് ആക്കിയിട്ട് ഹുസൂറിന് കൊടുത്തു. ഹുസൂറിൻ്റെ മുമ്പിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ ഒരു വെള്ളത്തിൻ്റെ പാത്രം ഉണ്ടായിരുന്നു. ആ വെള്ളം എടുത്ത് മുഖത്ത് തടവിക്കൊണ്ട് അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്ന ലിൽ മൗത്തി സക്കറാത്ത്, അള്ളാഹു അല്ലാതെ മറ്റൊരു ആരാധനയില്ല, മരണത്തിന് ഒരുപാട് വേദനയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനുശേഷം അള്ളാഹുവിൻ്റെ മുന്നോട്ട് ദുആ ചെയ്തുകൊണ്ട് കൈ ഉയർത്തി പറഞ്ഞു, ഫിർ റഫീഖിൽ ആല, എൻ്റെ പ്രിയ സുഹൃത്തിലേക്ക് ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ റസൂലിൻ്റെ കൈകൾ തായിലേക്ക് വീണു. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ വബാരിക് വസല്ലം ഇന്നക ഹമീദും മജീദ്.